പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇപ്രകാരം അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയം വീണ്ടും ഒരിക്കൽ കൂടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചായിരിക്കും ദൈവം സഹായിച്ചല്ലോ. ഞാൻ ചേരി പ്രദേശത്തായിരുന്നു. ഞങ്ങളുടെ ഇന്ന് ചേരി പ്രദേശത്ത് ആരാധനയുടെ ദിവസമാണ്. അങ്ങനെ ചേരി പ്രദേശത്ത് കടന്നുപോയി പെട്ടെന്ന് കടന്നു വരുവാൻ തക്കവണ്ണം ഇന്നത്തെ ഇവിടുത്തെ ആരാധനയിലും പങ്കുകൊള്ളുവാൻ ദൈവം സഹായിച്ച കൃപയ്ക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ പാകിസ്ഥാൻ ബോർഡറിൽ നിന്നും പ്രത്യേക സ്നേഹവന്ദനം. ഞങ്ങളുടെ ചേരികളിൽ നിന്നെല്ലാം ദൈവത്തിൻ്റെ വിശുദ്ധരായിരിക്കുന്ന എല്ലാ വ്യക്തികളിൽ നിന്നും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒരു വേദഭാഗം ഞാൻ ദൈവവചനം വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് വ്യക്തതയോടെ എന്നോട് സംസാരിച്ച ഒരു വേദഭാഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. കാരണം എല്ലാ ദിവസവും ചേരി പ്രദേശത്തുള്ളവരെ വചനം പഠിപ്പിക്കാറുണ്ട് പല പുസ്തകങ്ങളിൽ നിന്നും. അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ വ്യക്തമായി സംസാരിച്ച ഒരു ഭാഗമാണ് പല പുസ്തകങ്ങളിൽ നിന്നും. അതിൽ ഒരു പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തി, അതിൻ്റെ 13-ാം അധ്യായം, അതിൻ്റെ 22-ാം വാക്യത്തിൽ അവിടെ എത്തിയപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ വളരെയധികം സ്പർശിച്ചൊരു വാക്യമുണ്ടായിരുന്നു. ആ 22-ൽ ഇവിടെ എഴുതിയിരിക്കുന്നു, ഇവിടെ കാണുന്നു, അവനെ നീക്കിയിട്ട്, ശൗലിനെ നീക്കിയിട്ട് ദാവീദിനെ അവർക്കു രാജാവായി വാഴിച്ചു. ഞാൻ ഇശ്ശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. ഇവിടെ ഒന്നാമത്തെ കാര്യം, ദൈവത്തിന് ബോധിച്ച പുരുഷനായി ഇശ്ശായിയുടെ പുത്രനായ ദാവീദിനെ കണ്ടു. 2, അവൻ എൻ്റെ ഹിതം എല്ലാം ചെയ്യുമെന്ന് അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. ദൈവം പറയുകയാണ് ദൈവത്തിൻ്റെ ഹിതം എല്ലാം ചെയ്യുവാൻ തക്കവണ്ണം, ആ തലമുറയിൽ ദൈവത്തിൻ്റെ ഹിതം എല്ലാം ചെയ്യുവാൻ തക്കവണ്ണം ദൈവം തിരഞ്ഞെടുത്ത ഒരു ഭക്തനായൊരു വ്യക്തി. നമുക്കറിയാം ഇശ്ശായിയുടെ മകനായ ദാവീദിൻ്റെ ജീവിതത്തിൽ, തൻ്റെ ജീവിതത്തിൽ ദൈവം അവനെക്കുറിച്ച് പറയുന്ന ഒരു സാക്ഷ്യമാണ്. പക്ഷേ ഈ തലമുറയിൽ ഞാൻ ആ വേദഭാഗങ്ങൾ അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചേരികളിൽ ഭിക്ഷയാചിക്കുന്ന ജനം, അവർക്ക് പഠിത്തമില്ല. പക്ഷേ എല്ലാ ദിവസവും പല പുസ്തകങ്ങളിൽ നിന്നും, ദൈവവചനത്തിൻ്റെ പല പുസ്തകങ്ങളിൽ നിന്നും അവരെ വചനം പഠിപ്പിക്കുന്ന സമയത്താണ് പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചൊരു കാര്യമുണ്ട്. ദൈവത്തിന് ബോധിച്ചൊരു വ്യക്തിയെ ജീവിക്കുവാൻ, ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന, ദൈവത്തിന് ബോധിച്ച വ്യക്തി എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതവും അതുപോലെ ദൈവിക ഉദ്ദേശവും തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് ഓരോ വ്യക്തികളെക്കുറിച്ചും വ്യത്യസ്തമായ ഉദ്ദേശങ്ങളുണ്ട്, വ്യത്യസ്തമായ വിളികളുണ്ട്. എന്നാൽ ആ തിരഞ്ഞെടുപ്പും വിളിയും നാം വളരെ വ്യക്തതയോടെ അറിയുവാൻ ഇടയായാൽ വളരെ നല്ലതാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ നാം ഒരു ദിവസം ഈ ഭൂമി വിട്ട്, ഒരു ദിവസം നമ്മുടെ ഈ ശ്വാസം എന്നേക്കുമായി നിന്നുപോകും. നമ്മുടെ ഹൃദയമിടുപ്പെല്ലാം എന്നേക്കുമായി നിന്നുപോയി നാം നമ്മുടെ സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തിൻ്റെ മുൻപാകെ ഒരു ദിവസം നിൽക്കുന്ന നാളിൽ ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം നമ്മെ സൃഷ്ടിച്ച് അയച്ച ദൈവിക ഉദ്ദേശ നിവർത്തീകരണം നമ്മുടെ ജീവിതത്തിലൂടെ നടന്നു എന്നുള്ളതാണ്. ഞാൻ ആ ചേരി പ്രദേശത്തു നിന്നും വളരെ തിരക്കിട്ട്, കാരണം വൈകിട്ടത്തെ മീറ്റിംഗ് ഉണ്ടല്ലോ, അങ്ങനെ തിരക്കിട്ട് അവിടെ നിന്നും ചേരിയിൽ നിന്ന് വരുന്ന സമയത്ത് ഞാൻ സ്കൂട്ടറിലിരുന്ന് വരികയാണ്. അപ്പം ഞാൻ എൻ്റെ മോനോട് ഞാൻ ഇപ്രകാരം സംസാരിക്കുവാൻ ഇടയെ തീർന്നു. കാരണം 1 കോടിയിലധികം വിലയുള്ള ഒരു കാറ് അതിലൂടെ പോകുന്നത് അവൻ കണ്ടു. അപ്പോൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഇപ്രകാരം പറയാൻ ഇടയെ തീർന്നു, നമ്മുടെ ഭിക്ഷയാചിക്കുന്ന അനേക സഹോദരങ്ങൾ, ഇവിടെ കോടികളുടെ കാറുകളുള്ള വലിയ ധനാഢ്യരായ മനുഷ്യരുണ്ട്. പക്ഷേ ഭിക്ഷയാചിക്കുന്ന, അല്ലെങ്കിൽ ഗാർബേജ് പിക്കപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ വളരെയധികം വിധവമാരും അനാഥരുമായി തെരുവീതികളിൽ അതിൻ്റെ ഒരു സൈഡിൽ കിടന്നുറങ്ങുന്നവർ ായിരുന്നു. ഇന്നവർക്ക് കിടന്നുറങ്ങുവാൻ തക്കവണ്ണം ഒരു കൊച്ചു ചേരി പ്രദേശം ദൈവം ഒരുക്കി കൊടുക്കുവാൻ ഇടയെ തീർന്നു. അവരുടെ ജീവിതത്തിൽ അവിടെ നടന്നാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർ നടന്ന് ഭിക്ഷയാചിക്കുകയോ അല്ലെങ്കിൽ അവർ ഗാർബേജ് പിക്കപ്പ് ചെയ്യുകയോ, പുതുതായിട്ടുള്ളവരാണ് ഇപ്പം ഭിക്ഷയാചിക്കുന്ന, പഴയവരെല്ലാം അവരെ ഭിക്ഷയാചനം നിർത്തി അവർ ഗാർബേജ് പിക്കപ്പ് ചെയ്യുക, കൊച്ചു കൊച്ചു ജോലികളിൽ ഏർപ്പെടുവാൻ തക്കവണ്ണം ദൈവം അവരെല്ലാം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അവരുടെ ജീവിതത്തിൽ ഞാൻ അവരെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ദൈവം അവരുടെ ജീവിതത്തിൽ അവർ നടക്കുകയാണെങ്കിലും, അവർക്ക് അവരെ സ്വന്തമായൊരു വാഹനമോ സ്വന്തമായി ഒന്നുമില്ല, പക്ഷേ അവർ നടക്കുന്നത് നിത്യതയുടെ ഉദ്ദേശത്തോടെയാണ്. അവർ ചെന്നു ചേരുവാൻ പോകുന്ന നിത്യത ഓരോ ദിവസവും ഏറിയ പ്രത്യാശയോടെയാണ് അവർ നടക്കുന്നത്. അവർ ഓരോ നടപ്പിലും അവർ ക്രിസ്തുയേശുവെ ഒരുക്കി വെച്ചിരിക്കുന്നതായ ആ മനോഹരമായ ദേശം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്താ പറയുക, ആ മനോഹര ദേശത്ത് അവർക്ക് വേണ്ടി ദൈവം അളവു നൂല് വീണിരിക്കുന്നു. അവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ദേശത്തേക്ക് അടുത്തടുത്ത് ഏറിയ പ്രത്യാശയോടെ, ഏറിയ സന്തോഷത്തോടെയാണ് ഓരോ ദിവസവും അവർ നടക്കുന്നത്.
ജീവിക്കുന്നത്. അവർക്ക് പ്രത്യാശയുണ്ട്, ഞങ്ങൾ സ്വർഗത്തിൽ പോകും. എന്നാൽ അനേകർ നമ്മുടെ ചുറ്റുപാടുകളിൽ, ഞങ്ങളുടെ ഇവിടെയാണെങ്കിലും അനേക ചുറ്റുപാടുകളിൽ ധനാഢ്യരായിരിക്കുന്നവർ, അവർക്ക് ഉറങ്ങുവാൻ സാധിക്കുന്നില്ല, അവർ നിരാശയിലാണ്, അവർക്ക് ധനമുണ്ട്, വളരെയധികമുണ്ട്, പക്ഷേ അവർ ദൈവത്തിന് ബോധിച്ച വ്യക്തിയല്ല. എന്നാൽ എന്താ പറയുക, അവരുടെ ജീവിതത്തിൽ ഒന്നുമില്ലാതിരിക്കുന്നതായ ചേരികളിലുള്ളവർ അവർ ദൈവത്തിന് ബോധിച്ച പുരുഷന്മാരും സ്ത്രീകളുമായി, ദൈവത്തിന് ബോധിച്ച കുഞ്ഞുങ്ങളായി, കൊച്ചു പെൺകുഞ്ഞുങ്ങളും കൊച്ചു ആൺകുഞ്ഞുങ്ങളുമായി അവർ ദൈവം മുൻപാകെ മുട്ടുമടക്കുകയും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും അവർ ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ സന്തോഷമുള്ളൊരു കാര്യം, അവരുടെ പഴയ സകലതും വിട്ടുകളഞ്ഞ് പഴയതായിരിക്കുന്നതായ അവരുടെ ജീവിതത്തിൽ ഒരു നന്മയും ലഭിക്കാതിരുന്ന അവരുടെ ആ വിഗ്രഹാരാധനകളെ വിട്ടുകളഞ്ഞ് ദൈവത്തിലേക്ക് വരുവാൻ തക്കവണ്ണം, സത്യം അറിയുവാൻ തക്കവണ്ണം, സത്യം അവരെ സ്വതന്ത്രരാക്കി തീർക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അറിഞ്ഞ സത്യത്തിൽ അവർ നിലനിൽക്കുവാൻ ഇടയായതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ദൈവം അവരുടെ ജീവിതത്തിൽ നന്മകളെ, അനുഗ്രഹങ്ങളെ, ഏറ്റവും വലിയൊരു നന്മയെന്ന് പറയുന്നത് അവരുടെ ആത്മാവിലും പ്രാണനിലും ചിന്തയിലും അവർ യഥാർത്ഥമായും ക്രിസ്തുവിന് യോജിച്ചവരായി ജീവിക്കുവാൻ തക്കവണ്ണം ദൈവം അവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞുകൊണ്ട്, ഓരോ ദിവസവും ദൈവഹിതം ആരാഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് അവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതിരിക്കുന്ന ഈ പുസ്തകത്തിൽ എനിക്ക് ബോധിച്ച പുരുഷനായി ഞാൻ കണ്ട ദാവീദ് എന്ന് പറയുന്നു. ദൈവത്തിന് ബോധിച്ചു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം ചെയ്യുവാൻ, ദൈവത്തിൻ്റെ ഉദ്ദേശം ചെയ്യുവാൻ തക്കവണ്ണം ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണ് ദാവീദ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ ഇവിടെ കാണുന്നു, അവൻ എൻ്റെ ഹിതം എല്ലാം ചെയ്യുമെന്ന് അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. അത് ആരാണ് പറയുന്നത്? അവൻ എൻ്റെ ഹിതം എല്ലാം ചെയ്യുമെന്ന് സർവശക്തനായ ദൈവമാണ് പറയുന്നത്. അവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്യുമെന്നുള്ളത് ദൈവമാണ് പറയുന്നത്. കാരണം ദൈവം പറയുകയാണ്, അവൻ എൻ്റെ ഹിതം എല്ലാം ചെയ്യുന്നതായ ഒരു പുരുഷനാണ്. ദൈവത്തിൻ്റെ ഹിതമെല്ലാം ചെയ്യുമെന്ന് ദൈവം ദാവീദിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നുവെങ്കിൽ ഒരു ഹിതമല്ല, ദൈവം പറയുന്നു അവൻ എൻ്റെ ഹിതം എല്ലാം ചെയ്യും. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ തലമുറയിൽ, നാം ആയിരിക്കുന്ന ഈ തലമുറയിൽ ദൈവത്തിൻ്റെ ഹിതം എല്ലാം ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തിന് ബോധിച്ച വ്യക്തിയായി, ദൈവത്തിൻ്റെ ഉദ്ദേശം ചെയ്യുവാൻ, ദൈവത്തിൻ്റെ ഹിതം ചെയ്യുവാൻ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയായി ജീവിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തിൻ്റെ ഹിതമെല്ലാം ചെയ്യുവാൻ തക്കവണ്ണം, ദൈവത്തിൻ്റെ ഇഷ്ടമെല്ലാം ചെയ്യുവാൻ തക്കവണ്ണം, ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ ദൈവത്തിന് വേണ്ടി നാം ഏറിയ പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നാം നമ്മിലേക്ക് നോക്കുവാൻ ഇടയായി തരണം. ദൈവത്തിൽ നിന്നുള്ള സാക്ഷ്യം നമ്മുടെ എന്താണ്? ദൈവത്തിൻ്റെ ഹിതം എല്ലാം ചെയ്യുവാൻ തക്കവണ്ണം ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിത്വമാണോ നാം എന്ന് നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ടെങ്കിൽ അത് ഈ അന്ത്യകാലത്തുള്ള ശുശ്രൂഷയ്ക്ക് ഏറിയ പ്രയോജനം ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ദൈവത്തിൻ്റെ ഹിതമെല്ലാം ചെയ്യുവാൻ അങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു, ഈ ദാവീദിൻ്റെ തലമുറയിലാണ് ദൈവത്തിൻ്റെ ഹിതമെല്ലാം ചെയ്യുവാൻ. കാരണം ഉൽപ്പത്തി പുസ്തകത്തിൽ ഏദൻ തോട്ടത്തിൽ ആദമും ഹവ്വയും പാപം ചെയ്തു, മനുഷ്യ ജാതി മുഴുവനും പാപത്തിൽ അകപ്പെട്ടു പോയി. സകല മനുഷ്യരും പാപത്തിൽ അകപ്പെട്ടു. ഇനി ലോകത്തിൽ പാപത്തിൽ നിന്നും വിമുക്തി പ്രാപിക്കുവാൻ തക്കവണ്ണം ഒരു മാർഗവുമില്ലാതെ ജനം കഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ ഉൽപ്പത്തി 3:15 ദൈവം തൻ്റെ വാഗ്ദത്വ നിവർത്തീകരണം ചെയ്യുന്നതായിട്ട് വാഗ്ദത്വം ചെയ്യുന്നു. എന്നാൽ അതിൻ്റെ നിവർത്തീകരണം ഈ ദാവീദിൻ്റെ സന്തതിയിലൂടെ, കാരണം ദൈവം തൻ്റെ ഹിതമെല്ലാം ചെയ്യുവാൻ തക്കവണ്ണം ദാവീദിനെ തിരഞ്ഞെടുത്തപ്പോൾ ആ ഹിതനിർവഹണത്തിനായി ദാവീദിൻ്റെ കുടുംബത്തിൽ, അല്ലെങ്കിൽ ദാവീദിൻ്റെ ആ തലമുറയിൽ യേശുക്രിസ്തു ജനിക്കുവാൻ തക്കവണ്ണം, ആ യേശുക്രിസ്തുവിലൂടെ ദൈവത്തിൻ്റെ ഹിതം എല്ലാം ചെയ്യുവാൻ തക്കവണ്ണം, ദൈവത്തിൻ്റെ ഹിതമെല്ലാം ചെയ്യും. കാരണം യേശു പറഞ്ഞു, പിതാവിൻ്റെ ഹിതമെല്ലാം ചെയ്യുവാനാണ് യേശു ഭൂമിയിൽ വന്നത്, ദൈവത്തിൻ്റെ ഹിതമെല്ലാം ചെയ്യുവാൻ. കാരണം യേശു ആ ശമരിയ സ്ത്രീയുമായി സംസാരിക്കുന്ന സമയത്ത് ശിഷ്യന്മാർ ഭക്ഷണം വാങ്ങുവാൻ പോയി. അവന് ഭക്ഷണം വേണ്ട, യേശുവിന് ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അവൻ ആരെങ്കിലും കൊടുത്തുവോ? അവർക്ക് പല ചിന്തകളുണ്ടായിരുന്നു. എന്നാൽ യേശു പറഞ്ഞു, ദൈവത്തിൻ്റെ ഹിതം ചെയ്യുന്നതാണ് എൻ്റെ ഭക്ഷണം. ദൈവഹിതം ചെയ്യുക, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുക എന്നുള്ളത്. ആ ദൈവഹിതം ചെയ്യുവാൻ ദാവീദിൻ്റെ കുടുംബത്തെ ദൈവം തിരഞ്ഞെടുത്തുവെങ്കിൽ ആ ഹിതം ചെയ്യുവാൻ ദാവീദിൻ്റെ കുടുംബത്തിൽ നിന്നും ദൈവം യേശുക്രിസ്തുവിനെ ജനിക്കുവാൻ തക്കവണ്ണം ആ മറിയയിലൂടെ, അല്ലെങ്കിൽ ഒരു വളരെ ആ ദാവീദിൻ്റെ കുടുംബം രാജകീയ കുടുംബമാണ്. പക്ഷേ നമുക്കറിയാം, മറിയയും
യോസെഫും ദൈവം തിരഞ്ഞെടുത്ത മാനപാത്രങ്ങളായിരുന്നു. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് നമുക്കറിയാം. വളരെ ദരിദ്രനായി, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ വഴിയോരത്ത് പിറക്കുന്നവനായി, അല്ലെങ്കിൽ ഒരു പുൽത്തൊട്ടിയിൽ കിടക്കുന്നവനായി, എന്താ പറയുക, ഒരു മുറി പോലുമില്ലാതെ, അല്ലെങ്കിൽ ഒന്നുമില്ലാതെ, യേശുക്രിസ്തു സ്വയം പറയുന്നു തലച്ചായ്പാൻ ഇടമില്ലാതെ, ആ അവസ്ഥയിൽ യേശു എല്ലാവർക്കും വേണ്ടി ദരിദ്രനായി, സകല ദരിദ്രർക്കും വേണ്ടി, സകല മാനവജാതിക്കും വേണ്ടി ജനിക്കുവാൻ തക്കവണ്ണം, ദൈവഹിതം എല്ലാം ചെയ്യുവാൻ തക്കവണ്ണം യേശുവിൻ്റെ ജനനം, ആ ജനനത്തിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത വ്യക്തി, ദാവീദിൻ്റെ ആ തലമുറ, അല്ലെങ്കിൽ ആ ഒരു ട്രൈബ് ദാവീദിൻ്റെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവൻ എൻ്റെ ഹിതം എല്ലാം ചെയ്യും എന്ന് ദൈവമാണ് സാക്ഷ്യം പറയുന്നത്. ദൈവം പറയുകയാണ് അവൻ്റെ ഹിതമെല്ലാം ചെയ്യും. ദാവീദിനെ കുറിച്ച് പറയുന്നു. അവൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ തെറ്റിപ്പോയി നമുക്കറിയാം. എന്നാൽ അവൻ്റെ ജീവിതത്തിൽ അവൻ ദൈവത്തിൻ്റെ ഹിതമെല്ലാം ചെയ്യുമെന്ന് അവൻ അനുദപിച്ചു. ദൈവത്തോട് ചേർന്ന് ദൈവഹിതമെല്ലാം ചെയ്യുമെന്ന് ദൈവം അവനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. അങ്ങനെയെങ്കിൽ നാം ദൈവത്തിനെ ആശ്രയിക്കുന്നു. ദൈവം നമ്മെ ട്രസ്റ്റ് ചെയ്യത്തക്ക രീതിയിൽ ദൈവത്തിൽ നിന്നും നല്ല സാക്ഷ്യങ്ങൾ പ്രാപിക്കുവാൻ തക്കവണ്ണം, ഒരുപക്ഷെ മനുഷ്യരാൽ ലഭിക്കുന്ന സാക്ഷ്യത്തിന് ഒരുപക്ഷെ നാം വില കൽപ്പിക്കുന്നവരായിരിക്കാം. എന്നാൽ മനുഷ്യരാൽ ലഭിക്കുന്ന സാക്ഷ്യത്തെക്കാൾ എത്ര വില ഏറിയതാണ് ദൈവത്തിൽ നിന്നും പ്രാപിക്കുന്ന സാക്ഷ്യം എന്ന് പറയുന്നത്. അതാണല്ലോ ഇയ്യോബിൻ്റെ ജീവിതാനുഭവത്തിലും ഇയ്യോബിനെ കുറിച്ച് ദൈവം പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ ഇയ്യോബിനെ കുറിച്ച് ദൈവത്തിന് വലിയൊരു സാക്ഷ്യമുണ്ട്. ദാവീദിനെ കുറിച്ച് ദൈവം സാക്ഷ്യം പറഞ്ഞതുപോലെ തന്നെ ദൈവം ഇയ്യോബിനെ കുറിച്ച് പറയുന്ന ആ സാക്ഷ്യഭാഗങ്ങൾ നമുക്ക് വളരെ സുപരിചിതമാണ്. കാരണം ഇയ്യോബിനെ കുറിച്ച് ദൈവം പറയുമ്പോൾ അവൻ നിഷ്കളങ്കനായിരുന്നു, നേരുള്ളവനായിരുന്നു, ദൈവഭക്തനും ദോഷം വിട്ട് അകലുന്നവനും ആയിരുന്നു എന്ന് ദൈവമാണ് ഇയ്യോബിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നത്. ദൈവത്തിൻ്റെ ഹിതമെല്ലാം ചെയ്യുമെന്ന് ദാവീദിനെ കുറിച്ച് ദൈവം സാക്ഷ്യം പറയുമ്പോൾ ഇയ്യോബിനെ കുറിച്ച് ദൈവം പറയുന്നത് അവൻ ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ചു. ഒരു സ്വന്തം കൂട്ടുകാർക്ക് പോലും മനസ്സിലാക്കുവാൻ സാധിക്കാത്തവണ്ണം ഇയ്യോബിൻ്റെ ജീവിത അനുഭവത്തിൽ ആ സാക്ഷ്യം, അവൻ്റെ ജീവിതം എപ്രകാരമെന്ന് അവനോട് ചേർന്നിരുന്ന കൂട്ടുകാർക്ക് പോലും, അവൻ്റെ ഉറ്റ സുഹൃത്തുക്കളായി, ഒരുപക്ഷെ അവനോട് ചേർന്ന് നടന്നവർ, അവനെ ഏറ്റവും അധികം സ്നേഹിച്ചവർ, അല്ലെങ്കിൽ അവൻ്റെ ജീവിത സഖിക്ക് പോലും തിരിച്ചറിയുവാൻ സാധ്യമല്ലാതെ വണ്ണം ദൈവത്താലുള്ള സാക്ഷ്യം എത്ര ശ്രേഷ്ഠമാണ്. ഒരുപക്ഷെ നമ്മുടെ ചുറ്റുപാടുള്ളവർ, നമുക്ക് ഏറ്റവും അടുത്തിരിക്കുന്നവർ, നാം വളരെയധികം സ്നേഹിക്കുന്നവർ, അല്ലെങ്കിൽ നമ്മെ വളരെയധികം ആഴമായി സ്നേഹിക്കുന്നവർ, അവർക്ക് പോലും തിരിച്ചറിയുവാൻ കഴിയാത്ത ഒരു വലിയ സാക്ഷ്യം നമ്മുടെ അകത്ത് ദൈവത്താൽ പ്രാപിക്കുവാൻ തക്കവണ്ണം ഈ തലമുറയിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കാരണം ഈ തലമുറ ഏറ്റവും അവസാന കാലഘട്ടത്തിലാണ് ആയിരിക്കുന്നത്. ഏറ്റവും ഒരു അവസാന കാലഘട്ടത്തിൽ, അവസാന കാലഘട്ടത്തിൽ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന വ്യക്തിത്വം എന്ന് പറയുന്നത് ദൈവത്തിന് യഥാർത്ഥമായിട്ടും ശുദ്ധീകരണമുള്ള, ദൈവത്തിൽ യഥാർത്ഥമായിട്ടും അവിശുദ്ധ വഴികളിൽ, ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുന്ന, അല്ലെങ്കിൽ യഥാർത്ഥമായിട്ടും ദൈവഹിതം ചെയ്യുന്ന, പരിശുദ്ധാത്മാവ് എന്തു പറഞ്ഞാലും അത് ചെയ്യുന്ന അല്ലെങ്കിൽ അനുസരിക്കുന്ന വ്യക്തിത്വത്തെയാണ് ദൈവത്തിന് എപ്പോഴും ഉപയോഗിക്കുവാൻ കഴിയുന്നത്. കാരണം ദൈവത്തിൻ്റെ വചനത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ദൈവം ഏത് കാലഘട്ടത്തിലാണെങ്കിലും, ഏത് വ്യക്തിയെ ദൈവം ഉപയോഗിച്ചാലും, ഏത് കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന വ്യക്തിത്വമാണെങ്കിലും ആ വ്യക്തിത്വങ്ങളെ ദൈവത്തിന് ഉപയോഗിക്കണമെങ്കിൽ ആ വ്യക്തിത്വം ദൈവത്തിന് ഏറ്റവും പ്രയോജനമുള്ളവരായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഏറ്റവും പ്രയോജനപ്പെട്ടവരെ, ഏറ്റവുമായി വിശുദ്ധിയോടെ അല്ലെങ്കിൽ ദൈവിക ഹിതത്തിന് കീഴ്പ്പെട്ടവരെയാണ് ദൈവം എപ്പോഴും ഉപയോഗിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ കഴിവുകളിൽ അല്ല. അതുകൊണ്ടാണ് മോശയുടെ, നമുക്ക് പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി അറിയാം, മോശ കഴിവുകളുള്ളവനായിരുന്നു, എല്ലാവിധ വിദ്യാഭ്യാസവും ഉള്ളവനായിരുന്നു. പക്ഷേ ദൈവം ഉപയോഗിച്ചത് അതല്ല. ഏറ്റവും താഴ്മയുള്ള ആ വ്യക്തിയായി താൻ തീർന്നപ്പോഴാണ് ദൈവത്തിന് ലക്ഷോപലക്ഷത്തെ വിടുവിക്കുവാൻ തക്കവണ്ണം മോശയെ ഉപയോഗിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അതിനുവേണ്ടി ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയായതുകൊണ്ട് തൻ്റെ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ച് അവൻ പലതും ചെയ്യാൻ ശ്രമിച്ചപ്പോഴും ദൈവം അവൻ്റെ സ്വന്തം ശക്തിയെ തകർത്തുകൊണ്ട്, അവൻ്റെ സ്വന്തം കഴിവുകളെ തകർത്തുകൊണ്ട് ദൈവം അവനെ ഒരു വ്യത്യസ്ത വ്യക്തിത്വമാക്കി തീർക്കുവാൻ ഇടയായി തീർന്നു. ഇവിടെ നമുക്ക് 1 ശമൂവേൽ അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ, ശമൂവേൽ ശൗലിനോട് പറഞ്ഞത്, നീ ചെയ്തത് ഭോഷത്വം, നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ച കൽപ്പന നീ പ്രമാണിച്ചില്ല. യഹോവ ഇസ്രായേലിന്മേൽ നിന്റെ രാജ്യത്വം എന്നേക്കുമായി സ്ഥിരമാക്കുമായിരുന്നു. ഇപ്പോഴോ നിന്റെ രാജ്യത്വം നിലനിൽക്കുകയില്ല
യഹോവ നിന്നോട് കൽപ്പിച്ചതിനെ നീ പ്രമാണിക്കായികയാൽ തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ യഹോവ അന്വേഷിച്ചിട്ടുണ്ട്, അവനെ യഹോവ തൻ്റെ ജനത്തിന് പ്രഭുവായി നിയമിച്ചിരിക്കുന്നു എന്ന് ശമൂവേൽ ശൗലിനോട് പറയുന്നൊരു ഭാഗമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ ശൗലിനോട് പറയുന്ന കാര്യം എന്താണ്? നമുക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു. യഹോവ നിന്നോട് കൽപ്പിച്ച കൽപ്പന നീ പ്രമാണിച്ചില്ല. ദൈവം നമ്മോട് കൽപ്പിക്കുന്ന ചില കൽപ്പനകളുണ്ട്, ഓരോ ദിവസവുമുണ്ട്, ഓരോ നിമിഷവുമുണ്ട്. ദൈവം നമ്മോട് പറയുന്നത് എന്താണ്? പലപ്പോഴും നാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ ഒരു ഒഴുക്കിൽ അല്ലെങ്കിൽ ഒരു നദിയെ പ്രകാരമാണ് താഴത്തോട്ട് ഒഴുകിപ്പോകുന്നത്. അങ്ങനെ ഒരു ഒഴുക്കിൽ, ഈ ലോകം പോകുന്ന ഒഴുക്കിൽ ഒഴുകിപ്പോകുന്ന അവസ്ഥയിൽ പോകുവാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കാരണം എസെക്കിയേൽ പ്രവചന പുസ്തക ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു, ജനത്തിനെതിരായി ദൈവം എസെക്കിയേൽ പ്രവാചകനെ എഴുന്നേൽപ്പിച്ചു, അവനെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിപ്പിച്ചു. യഹൂദ ജനത്തിന് അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിന് അവർ ചെയ്ത അന്യായങ്ങൾ, ഒരു അന്യജാതിക്കാരുടെ ഇടയിൽ ജീവിക്കുമ്പോൾ അന്യജാതിക്കാരെ പോലെ ജീവിക്കാതെ വ്യത്യസ്തരായി ജീവിക്കുവാൻ വിളിക്കപ്പെട്ട ദൈവജനം വ്യത്യസ്തരായി ജീവിക്കാതിരുന്നതുകൊണ്ട് ദൈവം യെഹെസ്കേൽ പ്രവാചകനെ എഴുന്നേൽപ്പിച്ച് യെഹെസ്കേൽ പ്രവാചകനിലൂടെ പറയുവാൻ ഇടയെ തീർന്നു, എൻ്റെ ജനം ഞാൻ പറയുന്ന പ്രമാണത്തിൽ, കൽപ്പനകളിൽ, ഞാൻ പറയുന്ന വചനത്തെ അനുസരിച്ച് അന്യജാതിക്കാരുടെ മധ്യത്തിൽ ദൈവം ആരെന്ന് കാണിച്ചു കൊടുക്കുവാൻ വിളിക്കപ്പെട്ട ജനം. പക്ഷേ അവരുടെ മുൻപിൽ ദൈവനാമത്തിന് വിരോധമായത് പ്രവർത്തിച്ചു, അല്ലെങ്കിൽ ദൈവകൽപ്പനയെ തിരസ്കരിച്ചതുകൊണ്ട് ദൈവം അവരെ തിരസ്കരിക്കുന്ന പല അനുഭവങ്ങൾ നാം ബൈബിളിലെ ഉടനീളം പല പുസ്തകങ്ങളെ നമുക്ക് വായിക്കാൻ സാധിക്കും. യെഹെസ്കേൽ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പലപ്പോഴും തൻ്റെ ജീവിതത്തിൽ നേരിട്ട കഠിനമായ വേദനകൾ, പ്രയാസങ്ങൾ, ജനം ചെയ്ത തെറ്റുകൾ മുഖാന്തരം ആ പ്രവാചകനായിരിക്കുന്നതായ യെഹെസ്കേലിനെ ദൈവം അത് കാണിച്ചു കൊടുക്കാൻ, ദൃഷ്ടാന്തമായി അവരെ കാണിച്ചു കൊടുക്കുവാൻ, അവരെ കാണിച്ചു കൊടുത്ത് അവരെ പഠിപ്പിക്കുന്ന അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ ലോക ജീവിതത്തിൽ നാം ആയിരിക്കുമ്പോൾ ദൈവം നമ്മോട് കൽപ്പിക്കുന്ന കൽപ്പനകളുണ്ട്. നാം ഏത് ദേശത്തായിരുന്നാലും, ഏത് രാജ്യത്താണെങ്കിലും, നാം ഏത് സമൂഹത്തിൻ്റെ മധ്യത്തിലാണെങ്കിലും, ഏത് കുടുംബത്തിൽ ജനിക്കപ്പെട്ട് ഏത് കുടുംബത്തിൽ പാർക്കുന്ന വ്യക്തിയാണെങ്കിലും, നാം ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവം കൽപ്പിക്കുന്ന കൽപ്പനകൾ പ്രമാണിച്ചാണോ നാം ജീവിക്കുന്നത്? ദൈവവചനപ്രകാരമാണോ? പരിശുദ്ധാത്മാവ് ഓരോ ദിവസവും നമ്മോട് പറയുന്നതായ കാര്യങ്ങൾ നാം തീഷ്ണതയോടെ അനുസരിക്കുന്നവരാണോ? എന്തു ത്യാഗം സഹിച്ചും എന്ത് വില കൊടുത്തും പരിശുദ്ധാത്മാവ് പറയുന്നത് അനുസരിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു അനുസരണത്തിൻ്റെ ആത്മാവ് നമ്മുടെ അകത്തുണ്ടെങ്കിൽ ഈ തലമുറയിൽ കർത്താവിന് വേണ്ടി ലക്ഷോപലക്ഷത്തെ, കോടികളെ നേടുവാൻ തക്കവണ്ണം, ദൈവത്താൽ വിളിക്കപ്പെടുവാൻ തക്കവണ്ണം, ദൈവത്താൽ ഉപയോഗപ്പെടുവാൻ തക്കവണ്ണം നമുക്കിടയെ തീരും. ദാവീദിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ദൈവം ശൗലിനോട് പറയുന്നൊരു കാര്യമുണ്ട്, നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ച കൽപ്പന നീ പ്രമാണിച്ചില്ല. ദൈവം ശൗലിനോട് കൽപ്പിച്ച ചിലതുണ്ട്, വ്യക്തിപരമായി തന്നോട് കൽപ്പിച്ച, ഇസ്രായേൽ ജനത്തോട് കൽപ്പിച്ചതല്ല, മറിച്ച് തന്നോട് വ്യക്തിപരമായി കൽപ്പിച്ച കാര്യങ്ങളുണ്ടായിരുന്നു. കാരണം ഒരു രാജാവായിരിക്കുമ്പോൾ ആ രാജാവിൻ്റെ വ്യക്തിത്വമുണ്ട്. ആ രാജാവിനുള്ള വ്യക്തിത്വമാണ് ദൈവം കൊടുത്തിരിക്കുന്ന വചനഭാഗങ്ങൾ, കൽപ്പനകൾ. അത് വളരെയധികം ശ്രദ്ധയോടെ പഠിച്ച് അതിൻ പ്രകാരം ജീവിക്കണം. അതുപോലെ ആ രാജാവ് അതിൻ പ്രകാരം ആ വചനത്തെ അതുപോലെ കൈക്കൊണ്ട് അതുപോലെ അനുഷ്ഠിച്ച് ജീവിച്ചാലേ ആ ദേശത്ത് അല്ലെങ്കിൽ ആ രാജ്യത്തുള്ള ജനം ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുകയുള്ളൂ. എന്നാൽ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു, ഒന്നിലാണ് ശൗൽ തെറ്റുവാൻ തുടങ്ങിയത്. ഒരു കാര്യത്തിൽ താൻ തെറ്റിയപ്പോൾ സകലത്തിലും തെറ്റുവാൻ തൻ്റെ എന്താ പറയുക, അടിസ്ഥാനം ഇളകിപ്പോകുന്ന അവസ്ഥയിൽ, തൻ്റെ അടിസ്ഥാനം ഇല്ലാതാകുന്ന അവസ്ഥയിൽ, തൻ്റെ തലമുറകൾ അശേഷം നഷ്ടമാകുന്ന അവസ്ഥയിൽ, തൻ്റെ തലമുറകൾ ഈ ലോകത്ത് അവശേഷിക്കാതെ വണ്ണം നശിച്ചു പോകുന്ന അവസ്ഥയിൽ ഒരു തെറ്റ് ചെയ്തത് മുഖാന്തരം തൻ്റെ ജീവിതത്തിൽ അനുദപിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന, ദൈവം പറയുന്ന വചനങ്ങൾ, ദൈവം പറയുന്ന കൽപ്പനകൾ, പരിശുദ്ധാത്മ നമ്മൾ സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളും അതുപോലെ നാം പ്രമാണിക്കുവാൻ വ്യക്തിപരമായി ദൈവം നമ്മോട് സംസാരിക്കുന്ന കാര്യമുണ്ട്. ദൈവം കുടുംബമായിട്ടല്ല നമ്മെ വിളിച്ചിരിക്കുന്നത്. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് വ്യക്തിപരമായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. കുടുംബത്തിൻ്റെ അകത്തുള്ളവരുണ്ട്, സമൂഹത്തിൻ്റെ അകത്തുള്ളവരുണ്ട്, സഭയുടെ അകത്തുള്ളവരുണ്ട്, ദേശത്തും രാജ്യത്തും ലോക വ്യാപകമായി ജനം വിളിക്കപ്പെട്ട ജനമുണ്ട്. എന്നാൽ ഓരോ വിളിയും ദൈവം കൊടുക്കുന്നത് വ്യക്തിപരമാണ്. മോശയെ ദൈവം വിളിച്ചപ്പോൾ വ്യക്തിപരമായിരുന്നു. ദൈവം അഹരോനെ വിളിച്ചപ്പോൾ വ്യക്തിപരമായിരുന്നു. ദൈവം മിരിയാമിന് കൊടുത്ത ശുശ്രൂഷകൾ വ്യക്തിപരമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന വിളിയും തിരഞ്ഞെടുപ്പും നാം വളരെ ശ്രദ്ധയോടെ, ഭയഭക്തിയോടെ നാം ദൈവത്തിൻ്റെ മുൻപാകെ വ്യക്തിപരമാണ്. ഒരു കുടുംബത്തെ
മൊത്തമായിട്ടുള്ള ദൈവം ചില കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത്, മറിച്ച് ദൈവം ഏൽപ്പിക്കുന്ന വ്യക്തിപരം. ഒരു കുടുംബത്തിൽ 4 പേരോ 5 പേരോ ഉണ്ടെങ്കിൽ അവരെ വ്യക്തിപരമായി പല പല ശുശ്രൂഷകളാണ് ദൈവം ഏൽപ്പിക്കുന്നത്. പലതും ഒരുമിച്ച് ചെയ്യുമ്പോൾ ഒരു ശരീരത്തിൽ പല അവയവങ്ങൾ ഉള്ളതുപോലെ അവയവത്തിൻ്റെ പ്രവൃത്തികൾ പലതുപോലെ, എന്നാൽ അത് ഒരു പർപ്പസിന് വേണ്ടി, ഒരു ഉദ്ദേശത്തിന് വേണ്ടി, ഒരു നിവർത്തീകരണത്തിന്, ഒരു ഉദ്ദേശ നിവർത്തീകരണത്തിന് വേണ്ടി ചെയ്യുന്നത് പോലെ നമ്മുടെ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിരിക്കുന്ന നാം ഓരോരുത്തരും, അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ അകത്തായിരിക്കാം, നാം പല ഇടങ്ങളിലായി വിളിക്കപ്പെട്ടവരായിരിക്കാം, എന്നാൽ നമുക്ക് വ്യക്തിപരമാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്. ചിലതായ കാര്യങ്ങൾ ശൗലിനോട് ദൈവം വ്യക്തിപരമായി സംസാരിച്ച കാര്യങ്ങളുണ്ട്. ഇസ്രായേൽ ജനസമൂഹത്തോട് ദൈവം കൂട്ടമായി ദൈവത്തിന് പറയുവാനുള്ള പല കാര്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ ദൈവം എപ്പോഴും ഒരു വലിയ കൂട്ടത്തെ നോക്കുമ്പോഴും വ്യക്തിപരമായി ദൈവം ജനത്തെ നോക്കുന്ന വ്യക്തിപരമായി ദൈവം നോക്കുകയാണ്. ആരാണ് എൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നത്, ആരാണ് ഞാൻ പറയുന്നത് വചനപ്രകാരം ജീവിക്കുന്നത്. ഇവിടെ ശൗലിനോട് പറഞ്ഞത്, നീ ചെയ്തത് ഭോഷത്വം. ദൈവം ആദ്യത്തെ കാര്യമാണ് നീ ചെയ്തത് ഭോഷത്വം എന്ന് ശൗലിനെ നോക്കി പറയുവാൻ തക്കവണ്ണം ഇടയെ തീർന്നു. നീ ചെയ്തത് എന്താണ്? ഭോഷത്വമാണ്. നമ്മുടെ ചെയ്ത്തുകൾ എന്താണ്? കാരണം ശൗൽ കേട്ടതിൻ്റെ കുഴപ്പമല്ലായിരുന്നു, താൻ കേട്ടത് തെറ്റല്ല, താൻ കേട്ടത് ശരിയായ വചനമായിരുന്നു, താൻ കേട്ടത് ശരിയായ ദൈവകൽപ്പനയായിരുന്നു. തൻ്റെ കേൾവിക്ക് വന്ന പ്രശ്നമല്ല, മറിച്ച് തൻ്റെ ചെയ്ത്തിൽ വന്ന ഭോഷത്വരമാണ്, തൻ്റെ പ്രവൃത്തികളിൽ വന്ന തെറ്റാണ് വന്നുപോയത്. നാം കേൾക്കുന്ന വചനങ്ങൾ, ആ വചനങ്ങൾ നാം പ്രവൃത്തിയിൽ കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണ് നാം പ്രവർത്തിക്കുന്നത്? ദൈവവചനത്തിൽ കാണാൻ സാധിക്കുന്നു. ശൗൽ കേട്ട വചനങ്ങൾ അത് ശരിയായിരുന്നു. കാരണം ശമൂവേൽ ദാൻ മുതൽ ബേർശേബ വരെ വിശ്വസ്ത പ്രവാചകനായി ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ശക്തനായ ഒരു ദൈവദാസൻ. ഹന്നയുടെ കരച്ചിലിന് മറുപടിയായി, പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് അർത്ഥം വരത്തക്ക രീതിയിൽ, പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചു എന്ന് അർത്ഥം വരത്തക്ക രീതിയിൽ ശമൂവേൽ എന്നുള്ള ബാലൻ എന്ന ശമൂവേലിന് അപ്രകാരം ഒരു പേര്, ആ ബാലന് ശമൂവേൽ എന്ന് പേരിടുവാൻ ഹന്ന അവനെ ദൈവത്തിന് വേണ്ടി വേർതിരിക്കുവാൻ തക്കവണ്ണം, ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ തക്കവണ്ണം ഇടയെ തീർന്നു. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. ശൗൽ കേട്ട വചനങ്ങൾ തെറ്റല്ലായിരുന്നു, ശമൂവേൽ പറഞ്ഞ വചനം തെറ്റല്ലായിരുന്നു, മറിച്ച് ശമൂവേലിലൂടെ ദൈവം സംസാരിച്ച വചനങ്ങളെ ഏറ്റെടുത്ത് ചെയ്തത് ശരിയായല്ല ചെയ്തത്. നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇവിടെ പറയുന്നു, നീ ചെയ്തത് ഭോഷത്വം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഓരോ പ്രവൃത്തികളെയും മറ്റൊരു വ്യക്തിയല്ല അളക്കേണ്ടുന്നത്, മറിച്ച് നാം നമ്മെ തന്നെ സ്വയമായി ഒന്ന് അളക്കുവാൻ തക്കവണ്ണം, നമ്മെ തന്നെ സ്വയമായി വചനത്തിൻ്റെ കോലുകൊണ്ട്, അല്ലെങ്കിൽ വചനത്തിൻ്റെ അളവുകോലുകൊണ്ട് നമ്മെ തന്നെ ഒന്ന് അളന്നു നോക്കുവാൻ തക്കവണ്ണം, നാം ചെയ്തത് എപ്രകാരമാണ്, അത് ഭോഷത്വരമായിരുന്നു, അത് നാം ശരിയാണോ ചെയ്തതെന്ന് നമ്മെ തന്നെ ഒന്ന് അളക്കുവാൻ തക്കവണ്ണം. കാരണം ഇവിടെ ശമൂവേൽ പറയുന്നു, നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ച കൽപ്പന നീ പ്രമാണിച്ചില്ല. വ്യക്തിപരമായിട്ട് പറയുന്നത്, നിന്നോട് നിന്റെ യഹോവയായ, അപ്പോൾ യഹോവയായ അവൻ്റെ യഹോവയാണ്, അവൻ്റെ ദൈവമായ യഹോവയെന്ന്. ആ സമയം വരെയും ശൗലും ദൈവമായിട്ടുള്ള ബന്ധം, ശൗലിൻ്റെ ദൈവമായ യഹോവ. പക്ഷേ ആ ദൈവം പറഞ്ഞ കൽപ്പനകൾ അവൻ ചെയ്യാതിരുന്നത് കൊണ്ട് ആ ദൈവം അവനെ തള്ളിക്കളയുന്ന ഒരവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ച കൽപ്പന നീ പ്രമാണിച്ചില്ല. യഹോവ ഇസ്രായേലിന്മേൽ നിന്റെ രാജ്യത്വം എന്നേക്കുമായി സ്ഥിരമാക്കുമായിരുന്നു. ഇതൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ഇസ്രായേലിന്മേൽ ദൈവം ഒരു കാര്യമാണ് പറഞ്ഞേൽപ്പിച്ചത്. ഒരു വ്യക്തി ഒരു കാര്യം ചെയ്യാതിരിക്കുമ്പോൾ ഒരു വലിയ രാജ്യത്തിന്മേൽ അവന് കൊടുക്കേണ്ടിയിരുന്ന വലിയൊരു പദവിയെ ദൈവം എടുത്തു കളയുവാൻ ഇടയെ തീർന്നു. ഒരു കാര്യം, ഒരു വ്യക്തിപരമായി ചെയ്ത ഭോഷത്വം, വ്യക്തിപരമായി ഒരു കൽപ്പനയെ തെറ്റിച്ചതുകൊണ്ട് മൊത്തത്തിൽ ദൈവത്തിനൊരു വലിയ ശ്രേഷ്ഠമായൊരു പദവി കൊടുക്കുവാനുണ്ടായിരുന്നു, ദൈവത്തിനൊരു വലിയ കാര്യം ഏൽപ്പിക്കുവാനുണ്ടായിരുന്നു. എന്നാൽ എന്നേക്കുമായി ദൈവം ഇസ്രായേലിന്മേൽ ദൈവം പറയുന്നു, ആ രാജ്യത്വം എന്നേക്കുമായി സ്ഥിരമാക്കുമായിരുന്നു. പക്ഷേ അത് എടുത്തു കളയുന്ന ഒരവസ്ഥ. സ്ഥിരമാക്കേണ്ടിയിരുന്ന രാജ്യത്വം എങ്ങനെയാണ് സ്ഥിരമാക്കപ്പെടുന്നത്? ദൈവത്തിൻ്റെ കൽപ്പനകളെ അതുപോലെ പ്രമാണിച്ചെങ്കിൽ, ദൈവം സംസാരിച്ചത് അതുപോലെ അനുസരിച്ചുവെങ്കിൽ, ദൈവം പറയുന്നത് പോലെ ചെയ്തിരുന്നുവെങ്കിൽ അത് സ്ഥിരമായ രാജ്യത്വമായി മാറുമായിരുന്നു. കാരണം ദൈവം പ്രസാദിക്കുന്ന ഒരു വ്യക്തിത്വമായി ദൈവത്തിന് ഒരു മാധ്യമമായി ശൗലിനെ ഉപയോഗിക്കുവാൻ കഴിയുമായിരുന്നു. എന്നാൽ അവൻ ദൈവത്തിൻ്റെ കൽപ്പനയെ തിരസ്കരിച്ചത് തനിക്ക്
ബോധിച്ചതുപോലെ താൻ ചെയ്തു. ദൈവത്തിന് ബോധിച്ചതുപോലെയല്ല, തനിക്ക് ബോധിച്ചതുപോലെ ചെയ്തു. ദൈവകൽപ്പനയല്ല, മറിച്ച് താൻ തന്നെ സ്വയമായി ചില കാര്യങ്ങൾ തീരുമാനമെടുത്ത് തൻ്റെതായ ചില ആധിപത്യത്തിന്മേൽ താൻ കാര്യങ്ങൾ, താനൊരു രാജാവെന്നുള്ള ആ ഒരു ബോധ്യത്തിൽ താൻ കാര്യങ്ങൾ ചെയ്യുവാൻ തുടങ്ങി. ദൈവഭയം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിൽ ശൗലിൻ്റെ ജീവിതത്തെ ഇടയായിത്തീർന്നു. അതുകൊണ്ട് ദൈവം പറയുകയാണ്, ഇപ്പോഴും നിന്റെ രാജ്യത്വം നിലനിൽക്കുക. സ്ഥിരമായി കൊടുക്കുമെന്ന് പറഞ്ഞ രാജ്യത്വം, ദൈവം പറയുന്നു ആ രാജ്യത്വം നിലനിൽക്കുകയില്ല. ദൈവം സ്ഥിരമായി ചില കാര്യങ്ങൾ നമ്മെ ഏൽപ്പിക്കുവാൻ, നമ്മുടെ തലമുറകളെ ഏൽപ്പിക്കുവാൻ, നമുക്ക് നൽകി തരുവാൻ വേണം ദൈവത്തിന് താല്പര്യമുണ്ട്. എന്നാൽ ഒരു വ്യക്തിക്ക് വന്ന തെറ്റുകൊണ്ട് ആ രാജ്യത്തുള്ള സകല ജനങ്ങളും കഷ്ടപ്പെടുവാൻ തക്കവണ്ണം ഇടയെ തീർന്നു. നമുക്കറിയാം, നമുക്ക് ശത്രു സൈന്യം അവരെ വളരെയധികം ഉപദ്രവിക്കുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ. പുറപ്പാട് പുസ്തകത്തിലേക്ക് വരികയാണെങ്കിൽ, മോശയുടെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിലും, മോശയ്ക്ക് ദൈവം അനുവദിച്ച് കൊടുത്ത കാലഘട്ടം, അബ്രഹാമിനോട് ദൈവം പറഞ്ഞ 400 വർഷക്കാലം. പക്ഷെ നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ 430 കാണുവാൻ സാധിക്കുന്നു. 30 വർഷക്കാലം പിന്നെയും മോശയെ ഡ്രാഗ് ചെയ്ത്, അല്ലെങ്കിൽ ദൈവം പറഞ്ഞ വിളിക്കൊത്തവണ്ണം തൻ്റെ ജീവിതത്തെ അവൻ അനുസരണത്തിലേക്ക് കൊണ്ടുവരാതിരുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ഒരുക്കപ്പെടാതിരുന്നതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ എന്ത് പറ്റി? അവൻ ചെയ്ത ഒരു തെറ്റുകൊണ്ട് 30 വർഷം കൂടി ഇസ്രായേൽ ജനം മുഴുവനും ആ മിസ്രയീമിൽ വളരെയധികം കഷ്ടപ്പെടുവാൻ, കണ്ണുനീരൊഴുക്കുവാൻ, ദൈവത്തോട് നിലവിളിക്കുവാൻ, അടിയേൽക്കുവാൻ, ഉപദ്രവമേൽക്കുവാൻ ഇടയെ തീർന്നു. നമ്മുടെ ഒരു വ്യക്തിയുടെ ഒരു തെറ്റുകൊണ്ട് എത്രയോ ജനം പാപത്തിൻ്റെ, പൈശാചികൻ്റെ അടികൊണ്ട്, പാപത്തിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഗുലാമിയിൽ അല്ലെങ്കിൽ പാപത്തിൻ്റെ അടിമത്വത്തിൻ്റെ അകത്ത് കടന്നു പോകുന്ന അവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കും. പാപത്തിൻ്റെ അടിമകളായി അവർ തീരുന്ന അവസ്ഥകൾ. നാം ഒരു വ്യക്തി തയ്യാറാകുന്നുവെങ്കിൽ അനേകർ ക്രിസ്തുവിലേക്ക് കടന്നു വരുവാൻ ഇടയെ തീരും. ഇവിടെയാണെങ്കിലും അനേക ചേരികളിലുള്ളവർ, ഭിക്ഷയാചിക്കുന്നവർ, ഇന്ന് ഞാൻ ആ ചേരി പ്രദേശത്തേക്ക് കടന്നു പോയപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ എന്താ പറയുക, അവർക്കും ഗ്യാസിൻ്റെ സിലിണ്ടറുകളും അതുപോലെ ഗ്യാസ് സ്റ്റൗവുമെല്ലാം എനിക്ക് കയ്യിൽ കിട്ടുന്ന അവസ്ഥയ്ക്കനുസരിച്ച് വാങ്ങിക്കൊടുക്കാറുണ്ട്. ഇന്നും കുറച്ച് പേർക്കെല്ലാം അങ്ങനെ കൊണ്ടിക്കൊടുക്കുവാൻ വേണം ദൈവൻ്റെ കരത്തെ ബലപ്പെടുത്തുവാൻ ഇടയെ തീർന്നു. ആ സമയത്ത് ആ ഗ്യാസ് തരുന്ന ആ വ്യക്തി, ആ ഏജൻറ്റിലുള്ളവർ ഇങ്ങനെ പറയുവാൻ ഇടയെ തീർന്നു, ഈ ഭിക്ഷ യാചിക്കുന്ന ഇവർക്ക് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്? ഇതൊരു വലിയ ചാരിറ്റി വല്ലതും അല്ല. ഞാൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുവാൻ, യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന സ്നേഹം, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളാണ്. അദ്ദേഹത്തോട് പറയാൻ ഇടയെത്തിരുന്നു, ഇവരെല്ലാം നമ്മുടെ സഹോദരങ്ങളാണ്. കാരണം ഞാൻ അദ്ദേഹത്തോട് ഇപ്രകാരമാണ് പറയാൻ ഇടയെത്തിരുന്നത്, നാം ഭാരതത്തിൻ്റെ പ്രതിജ്ഞ നാം എടുക്കുന്ന സമയത്ത് സ്കൂളുകളിൽ പഠിക്കുമ്പോൾ അസംബ്ലിയിൽ എല്ലാ ദിവസവും പ്രതിജ്ഞ എടുക്കാറുണ്ട്. എല്ലാ ഇന്ത്യക്കാരും നമ്മുടെ സഹോദരന്മാരെന്നുള്ള ഒരു സെൻറ്റൻസ് നമ്മുടെ പ്രതിജ്ഞയിൽ നാം പറയാറുണ്ട്. പക്ഷേ എത്രത്തോളം അവരെ നമ്മുടെ സ്വന്തം സഹോദരങ്ങളായി, സ്വന്തം സഹോദരിമാരായി അവരുടെ അവസ്ഥകളിൽ കടന്നുപോയി അവരെയൊന്ന് സഹായിക്കുവാൻ തക്കവണ്ണം നമ്മൾ എത്ര പേർ തയ്യാറുണ്ട്? അദ്ദേഹം വളരെ അമ്പരപ്പോടെ എന്നെ നോക്കുവാൻ ഇടയെ തീർന്നു. ഞാൻ ഇപ്രകാരം പറയാൻ തീർന്നു, യേശുക്രിസ്തുവിൻ്റെ സ്നേഹമാണ് നമ്മെ ഓരോരുത്തരെയും ഈ സത്യമാർഗത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു നന്മ ചെയ്യുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ വേദന നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം. കൊടും തണുപ്പിൻ്റെ സമയത്തും ഒരിക്കലും കത്താത്ത ചുള്ളിലുകൾ, ഒരിക്കലും കത്താത്ത വിറക് കഷ്ണങ്ങൾ, അനേക മണിക്കൂറുകൾ ഊതിയിട്ടും കത്താതെ കൊടും തണുപ്പിൽ അവർ ഒരു ചൂട് ചായ കുടിക്കാനോ ചൂട് വെള്ളം കുടിക്കുവാനോ സാധ്യതയില്ലാത്ത സ്ഥാനത്ത് ദൈവം നൽകുന്ന ആ നന്മയിൽ നിന്നും അവർക്കെല്ലാം കൊടുക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും, ഞാൻ അദ്ദേഹത്തോട് പറയാനിരുന്നു, നമുക്കെല്ലാം ചെയ്യുന്നുവെങ്കിൽ, നാം എല്ലാവരും ചെയ്യുന്നുവെങ്കിൽ, ദൈവം നോക്കൂ, നാം എല്ലാവരും ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ ഭാരതത്തിൻ്റെ നിയമത്തിന് തന്നെ നാം കീഴ്പ്പെട്ട് ജീവിക്കുവാൻ ഇടയെ തീരും. കാരണം അതിൻ്റെ നിയമം നമ്മളെ പറയുന്നത് എന്താ? നമ്മെല്ലാം സഹോദരന്മാരാണ്. അങ്ങനെയെങ്കിൽ നാം ഒരുമിച്ച്, അതുപോലെ നമ്മുടെ സഹോദരന്മാരാണെങ്കിൽ അവർ പാപത്തിൽ മരിക്കുന്നു, അവർ ദൈവം അറിയാതെ അജ്ഞതയിൽ മരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തം എത്ര വലുതാണ്. കാരണം ഓരോരുത്തരോടും യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുവാൻ, ഓരോരുത്തരോടും ഈ സത്യമാർഗത്തെക്കുറിച്ച് പറയുവാൻ, ഈ ഓരോരുത്തരെയും ഈ സത്യവഴിയിലേക്ക് നയിക്കുവാൻ. കാരണം ഒരു ദിവസം അവർ നശിച്ചു പോകുമ്പോൾ അവർ നമ്മുടെ സ്വന്തം രക്തത്തിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മാംസത്തിൻ്റെ ഭാഗമാണ്. ക്രിസ്തു തൻ്റെ കരം കൊണ്ട്
സൃഷ്ടിച്ച അല്ലെങ്കിൽ നാം സ്വന്തം സഹോദരങ്ങളാണ്. ആ സഹോദരങ്ങൾ നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയായിത്തീരരുത്. നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും ആ ഒരു വലിയ കാഴ്ചപ്പാടോടെ ദൈവത്തിൻ്റെ ഉദ്ദേശം, ആ വലിയ ഉദ്ദേശ നിവൃത്തീകരണത്തിലേക്ക് വരുവാൻ ഇടയായിത്തീർന്നാൽ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന വിളി നിലനിൽക്കുവാൻ ഇടയായിത്തീരും. ഇവിടെ പറയുന്നു, യഹോവ നിന്നോട് കൽപ്പിച്ചതിനെ നീ പ്രമാണിക്കാകിയാൽ തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ യഹോവ അന്വേഷിച്ചിട്ടുണ്ട്. ദൈവം പറയുകയാണ്, അവനെ യഹോവ തൻ്റെ ജനത്തിന് പ്രഭുവായി നിയമിച്ചിരിക്കുന്നു. ദൈവം അന്വേഷിച്ച സമയം തന്നെ ദൈവം അത് നിയമിച്ചു കഴിഞ്ഞു എന്ന് പറയാൻ ഇടയായിത്തീർന്നു. അതിന് കാരണം ദൈവം പറയുകയാണ്, നിന്നോട് കൽപ്പിച്ചതിനെ നീ പ്രമാണിക്കാകിയാൽ. ദൈവം വ്യക്തിപരമായിട്ടാണ് ശമൂവേൽ ശൗലിനോട് പറയുന്നു, നിന്നോട് കൽപ്പിച്ചത് നീ പ്രമാണിക്കാകിയാൽ. ദൈവം പറയുന്നത്, ദൈവം വ്യക്തിപരമാണ് സംസാരിക്കുന്നത്. നമ്മോട് കൽപ്പിക്കുന്ന കാര്യങ്ങൾ നാം പ്രമാണിക്കുന്നുവെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങളോടോ നമ്മുടെ ജീവിത സഖികളോടല്ല, നാം വ്യക്തിപരമായി നമ്മുടെ സഭയോടല്ല, നമ്മോട് എന്താണ് ദൈവം കൽപ്പിച്ചിട്ടുള്ളത് അത് നാം യഥാർത്ഥമായും പ്രമാണിക്കുന്നുവെങ്കിൽ നാം ഏത് വില കൊടുത്തും, ഒരുപക്ഷെ നമുക്ക് ശക്തിയില്ല, എന്നാൽ നമ്മെ ശക്തനാക്കുന്നതിന് മുഖാന്തരം സകലത്തിനും മതിയാകുന്നുവെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുവല്ലോ. നാം അശക്തരാണ്, എന്നാൽ ദൈവത്തിൻ്റെ ശക്തി നമ്മിലേക്ക് പകരുന്ന ദൈവത്തിൻ്റെ ശക്തിയുണ്ട്. നാം പലപ്പോഴും ചിന്തിക്കും, ദൈവമേ എനിക്കൊരു സഹായമില്ലല്ലോ, ഞാൻ എവിടേക്ക് നോക്കും, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? 121 സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരുമെന്ന് ചിന്തിച്ച് സഹായിപ്പാൻ ആരുമില്ലാതെ ചുറ്റും അവൻ നോക്കുമ്പോൾ ആരുമില്ല. അങ്ങനെ അവൻ ദൈവത്തിങ്കിലേക്ക് നോക്കുന്നു, ദൈവമേ എൻ്റെ സഹായം എവിടെ നിന്ന് വരും? അവന് ഒരു ഉറപ്പ് വന്നു, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കുന്ന യഹോവയിൽ നിന്നും, ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നുവെന്ന് അവൻ സങ്കീർത്തന ഭാഗത്തിൽ പറയുവാൻ ഇടയെത്തുന്നു. ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ എൻ്റെ സഹായം ആകാശത്തെയും എവിടെ നിന്ന് വരുമെന്നുള്ള ആദ്യത്തെ ഒരു ചോദ്യം, എന്നാൽ അടുത്ത ഭാഗം അവൻ പറയുകയാണ്, ആകാശത്തെയും ഭൂമിയെ നിർമ്മിച്ച എൻ്റെ സഹായം ആകാശത്തെ ഭൂമിയും സൃഷ്ടിച്ച യഹോവയായ ദൈവത്തിങ്കിൽ നിന്ന് വരുന്നുവെന്ന് ഉറപ്പ് പറയുവാൻ തക്കവണ്ണം ഇടയെത്തുന്നു. പിന്നെ അവൻ പറയുന്ന വേദഭാഗങ്ങൾ തനിക്ക് വേണ്ടിയല്ല പറയുന്നത്, മറിച്ച് മറ്റുള്ളവരെ വിരൽ ചൂണ്ടി പറയുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നു. എൻ്റെ സഹായം ആകാശത്തെ ഭൂമിയും ഉണ്ടാക്കിയ യഹോവ നിന്റെ കാൽ വഴുതുവാൻ സമ്മതിക്കില്ല. അവൻ പിന്നെ പറയുന്ന കാര്യങ്ങളെല്ലാം നിന്നെ അങ്ങനെ പലരെക്കുറിച്ച് പറയുന്നൊരു കാര്യമാണ്, നിന്റെ കാൽ വഴുതുവാൻ. പിന്നെ അവൻ പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് സഹായം വന്നു, ഞാൻ വഴുതിപ്പോകേണ്ട സാധ്യതകളുണ്ടായിരുന്നു, എന്നാൽ ആ സാധ്യതകൾ ഞാൻ വഴുതിയില്ല. അങ്ങനെയാണെങ്കിൽ നിന്റെ കാൽ വഴുതുവാനും ദൈവം അനുവദിക്കുകയില്ല. അവൻ്റെ ജീവിതത്തിൽ ഒരു ഉറപ്പാണ്, അല്ലെങ്കിൽ ഒരു ധൈര്യമാണ്. കാരണം എന്നെ സഹായിച്ച ദൈവം നിങ്ങളെയും സഹായിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുമെന്ന് ആ സങ്കീർത്തനകാരൻ വളരെ സന്തോഷത്തോടെ അല്ലെങ്കിൽ ഉല്ലാസത്തോടെ പറയുന്ന ഒരു വേദഭാഗമാണല്ലോ ഈ 121 സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്കെല്ലാം സുപരിചിതമായ വേദഭാഗമാണ്. പക്ഷേ ഇവിടെ ആ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. സഹായത്തിന് ആരുമില്ലാത്ത സമയത്ത് പർവ്വതങ്ങളിലേക്ക് സഹായത്തിന് കണ്ണുയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരുമെന്ന് അവൻ ചിന്തിക്കുന്ന സമയത്ത് അവൻ ഉറപ്പോടെ പറയുന്ന 2-ാം വാക്യമുണ്ട്, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന് വരുന്നു. സഹായം വരുന്നത് ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന് എൻ്റെ സഹായം വരുന്നു എന്ന് പറയുന്നു. അവൻ ഉറപ്പുണ്ട്, പ്രത്യാശയുണ്ട്, അവനത് അനുഭവിക്കുന്നുണ്ട്. അനുഭവത്തിൽ നിന്നും പിന്നെ പറയുന്ന 3 മുതലുള്ള വാക്യങ്ങളെ പറയുകയാണ്, മറ്റുള്ളവരോടാണ് പറയുന്നത്. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയുടെ യഹോവയിങ്കൽ നിന്ന് വരുന്നു പറയുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ടുള്ള സമ്പൂർണ്ണതയുള്ള സഹായമാണ്. കാരണം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ഒരു ദൈവമുണ്ടെങ്കിൽ, ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ആ അതിശക്തനായ ഒരു ദൈവം, ആ ദൈവം എൻ്റെ ദൈവമെങ്കിൽ, എന്നെ മനുഷ്യരെ സൃഷ്ടിച്ച ദൈവം, സകലത്തെ ചരാചരങ്ങളെ സൃഷ്ടിച്ച ദൈവം എൻ്റെ ദൈവമെങ്കിൽ, അവനിൽ നിന്ന് എനിക്ക് സഹായമുണ്ടെങ്കിൽ, ഈ ലോകത്ത് ആരും എനിക്ക് സഹായത്തിനില്ലെങ്കിലും ആരബനഹത്തന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വ്യക്തതയോടെ പറയുന്നു, നമുക്ക് സഹായം ദൈവത്തിൽ നിന്നെങ്കിൽ നമുക്ക് സകലത്തിനും മതിയാകുന്നു. ദൈവമുഖാന്തരം നമുക്കൊന്നിനും കുറവില്ല, സകലത്തിനും നാം മതിയാകുന്നു. അതുകൊണ്ട് ആ 3-ാം വാക്യത്തിൽ അവൻ പറയുകയാണ്, മറ്റുള്ളവരോട് പറയാൻ നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. കാരണം അവൻ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അവൻ്റെ അനുഭവമാണ്. കാൽ വഴുതുവാൻ പോകുന്ന അവസ്ഥകൾ, ജീവിതത്തിൻ്റെ കഠിനമായ ശോധനയുടെ അവസ്ഥകൾ, കാൽ വഴുതുമോ വീണു പോകുമോ എന്ന് ചിന്തിക്കുന്ന സാഹചര്യത്തിൽ സഹായത്തിനായി ദൈവത്തിങ്കിലേക്ക് സർവശക്തനായ
യേശു ക്രിസ്തുവിലേക്ക് നോക്കിയപ്പോൾ അവന് അനുഭവം വന്നു, എൻ്റെ കാൽ വഴുതിയില്ല. അതുകൊണ്ടാണ് അവൻ പറയുന്നത്, നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല. അവൻ പറയുകയാണ്, അവൻ്റെ ജീവിതത്തിൽ അവനെ കാക്കുവാൻ ആരുമില്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെയാണ് ഒരു സംരക്ഷണം ലഭിക്കുക. വലിയ പ്രതിസന്ധിയാണല്ലോ. അങ്ങനെ ചിന്തിക്കുന്ന അവസ്ഥയിൽ ഞാൻ എൻ്റെ ജീവിതത്തിലാണെങ്കിലും പല അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴും കാക്കുവാൻ ആരാണുള്ളത്? എന്നാൽ ആ അനുഭവത്തിലും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിൻ്റെ സാക്ഷ്യം നമ്മുടെ ജീവിതത്തിലുള്ളപ്പോൾ മറ്റൊരു വ്യക്തിയോട് നമുക്ക് പറയാൻ സാധിക്കുന്നത്, നിന്റെ കാൽ വഴുതുവൻ സമ്മതിക്കരുത്, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല. ഒന്നും മയങ്ങിയിരിക്കുന്ന വ്യക്തിയല്ല കാക്കുന്നത്, മറിച്ച് ഒരു മയക്കമില്ലാതെ നമ്മെ ഉറ്റുനോക്കുന്ന, അഗ്നിമയമായുള്ള കണ്ണുകൾ കൊണ്ട് നമ്മെ നോക്കുന്ന, മയങ്ങാതെ നമ്മെ ഉറ്റുനോക്കുന്ന ആ സർവശക്തനായ ദൈവം ഒരിക്കലും നാം മറ്റുള്ളവരുടെ കയ്യിൽ അകപ്പെട്ടു പോകുവാൻ ഇടവരാതെ വണ്ണം, മറ്റൊരു അപകടത്തിൽ വിപത്തിൽപ്പെട്ടു പോകാതെ വണ്ണം, നാം നഷ്ടമായി പോകാതെ വണ്ണം, നശിച്ചു പോകാതെ വണ്ണം നമ്മെ കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവം, നമ്മെ സുരക്ഷിതമായി പരിപാലിക്കുന്ന ദൈവം. അതിൻ്റെ 4-ാം വാക്യത്തിൽ ആ സങ്കീർത്തനകാരൻ പറയുന്ന ഭാഗമുണ്ട്, ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. അവൻ അവൻ പറയുകയാണ്, അവൻ എൻ്റെ പരിപാലകൻ മാത്രമല്ല, ഇസ്രായേലിൻ്റെ ഒരു വലിയ രാജ്യത്തിൻ്റെ, അല്ലെങ്കിൽ യേശുവിനെ അറിയുന്ന സകലരുടെയും പരിപാലകനാണ്. യേശു സകല മനുഷ്യർക്കും വേണ്ടി ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാൻ തക്കവണ്ണം സകല മനുഷ്യർക്കും വേണ്ടി, ഈ ഭൂമിക്ക് മുമ്പിലുള്ള സകല ജനത്തിനു വേണ്ടി യേശു സ്വന്തം രക്തം ചിന്തുവാൻ ഇടയെ തീർന്നു. അങ്ങനെയെങ്കിൽ സകലരും ആ ഇസ്രായേലിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ, ആ ഇസ്രായേലിലായി തീരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. നമ്മെ പരിപാലിക്കുന്ന ദൈവം. നാം ഒരു പ്രാവശ്യം രക്ഷയുടെ അനുഭവത്തിൽ നമ്മുടെ മാനസാന്തരപ്പെട്ടു, മനസ്സ് നാം ദൈവത്തിങ്കിലേക്ക് തിരിച്ച്, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച്, നാം വിശുദ്ധിയോടെ നമ്മുടെ ജീവിതത്തെ തിരിക്കുവാൻ തക്കവണ്ണം ഇടയെ തീർന്നു. നാം അങ്ങനെ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ സമയത്ത് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. അവൻ മയങ്ങുന്നവനല്ല. മയങ്ങുകയും ഉറങ്ങുകയുമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അവൻ പരിപാലിക്കുമെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. കാരണം ഷിഫ്റ്റ് ചെയ്ത് നമ്മെ നോക്കുന്ന ഒരവസ്ഥ പോലെ അങ്ങനെയല്ല. ദൈവം 24 മണിക്കൂറിൻ്റെ ഓരോ സെക്കൻഡ്സിലും, ഓരോ മാത്രയിലും ദൈവം നമ്മെ എപ്പോഴും പരിപാലിക്കുന്നുവെന്ന് അവന് അനുഭവം വന്നതുകൊണ്ടാണ് അവൻ പറയുന്നത്. എന്തു പറയുന്നു? അവൻ പറയുകയാണ്, ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങിൽ ഉറങ്ങിയുമില്ല, യഹോവ നിന്റെ പരിപാലകൻ എന്ന് പറയുന്നത്. കാരണം സ്വന്തം ജീവിതത്തിൽ യഹോവ പരിപാലകനായിട്ട് അനുഭവിച്ചതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നിന്റെ പരിപാലകൻ യഹോവ. കാരണം എന്നെ പരിപാലിച്ച ദൈവം നിന്നെ പരിപാലിക്കും. നിന്റെ ജീവിതത്തിൻ്റെ വിഷയങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ദൈവം നിന്നെ പരിപാലിക്കും. യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണല. ജീവിതത്തിൽ ആരും തണലില്ലാതെ വലിയ സംഘട്ടനത്തിലൂടെ, അല്ലെങ്കിൽ മരുഭൂമിയുടെ അവസ്ഥയിലൂടെ, കൊടും കാടിൻ്റെ അവസ്ഥയിലൂടെ, വല്ലാത്ത ചുഴലിക്കാറ്റിൻ്റെ അവസ്ഥയിലൂടെ, പേമാരിയുടെ അവസ്ഥയിലൂടെ, വലിയൊരു സംഘട്ടനത്തിലൂടെ കടന്നുപോയ സമയത്ത് വലഭാഗത്തിരുന്ന് തണലായിരുന്ന് വലിയൊരു ശാന്തമായ അവസ്ഥയിലേക്ക്, സന്തോഷത്തിലേക്ക്, സമാധാനത്തിലേക്ക് കൊണ്ടുവന്ന എൻ്റെ ദൈവം ഇവിടെ പറയുകയാണ്. അവൻ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, യഹോവ നിന്റെ വലത്ത് ഭാഗത്ത് നിനക്കു തണലായിരിക്കും. സ്വന്തം ജീവിതത്തിൽ തൻ്റെ വലത്തുഭാഗത്ത് യഹോവ തണലായി നിന്നതുകൊണ്ടാണ് സങ്കീർത്തനക്കാരനെ മറ്റൊരു വ്യക്തിയെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നത്. നിന്റെ വലത്തുഭാഗത്തും യഹോവ നിനക്ക് തണലായിരിക്കും. കാരണം ദൈവത്തിന് ബോധിച്ച വ്യക്തിയായി ജീവിക്കുവാൻ തക്കവണ്ണം താൻ തൻ്റെ ജീവിതത്തിൽ തീരുമാനമെടുത്തു. മനുഷ്യരിലല്ല, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം. അതുകൊണ്ട് അവനെ അനുഭവിപ്പാൻ ഇടയായി തീർന്നു. എൻ്റെ വലഭാഗത്തൊരു ദൈവമുണ്ട്, എന്നെ കരുതുന്ന ദൈവമുണ്ട്, എൻ്റെ തണലായിരിക്കുന്ന ദൈവമുണ്ട്. പലപ്പോഴും ചൂടേറിയ ജീവിത അനുഭവത്തിൽ തണലായി ഒരു വ്യക്തി വേണമെന്ന് ആഗ്രഹിക്കുന്ന അവസ്ഥയിൽ ആ ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ ഈ ലോകത്തുള്ള ഏത് താങ്ങും നീങ്ങിപ്പോകുമ്പോൾ, ലോകത്തുള്ള സകലതും നീങ്ങിപ്പോകുമ്പോൾ തണലായിരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായി. അതുകൊണ്ടാണല്ലോ ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ എപ്പോഴും പ്രമോദമുണ്ട്, ആനന്ദമുണ്ട്, സന്തോഷമുണ്ട്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. 6-ാം വാക്യത്തിൽ പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായി ക്യാൻസർ രോഗിയായിരുന്ന സമയത്ത് എനിക്ക് ദൈവാത്മാവ് സംസാരിച്ചൊരു വചനമായിരുന്നു, പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. ദൈവം എന്നോട് പറഞ്ഞായിരുന്നു, ഞാൻ നിന്നെ വിടുവിക്കും. നമ്മുടെ ജീവിതത്തിൽ പകലിൻ്റെ, സങ്കീർത്തനക്കാരൻ പറയുകയാണ്, പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രൻ നിന്നെ ബാധിക്കുകയില്ല എന്ന് പറയുന്നത് തൻ്റെ ജീവിതത്തിലെ അനുഭവമാണ്. കാരണം പകലിൽ നടക്കേണ്ടുന്നതായ പല
എല്ലാ വിപത്തുകളും ജീവിതത്തിൽ വന്നില്ല. പകൽ സൂര്യനുള്ള സമയത്ത്, പകൽ സൂര്യനെങ്കിൽ ആ സമയത്ത് നടക്കേണ്ടുന്ന പല അപകടങ്ങളിൽ നിന്നും ദൈവം എന്നെ വിടുവിച്ചതാണ്. രാത്രി ആ ചന്ദ്രനുള്ള സമയത്തും ദൈവം എന്നെ സൂക്ഷിച്ച ദൈവമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല, യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കുമെന്നാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തെ അത് എന്തുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ അങ്ങനെ പറയുന്നത്? സ്വന്തം ജീവിതത്തെ അനുഭവം വന്നു, ഒരു ദോഷവും തട്ടാതെ വണ്ണം ദൈവം എന്നെ പരിപാലിച്ചു, ഇതുവരെയും എന്നെ കൊണ്ടുവന്നു, എന്നെ നടത്തി. കാരണം നാം ഓരോരുത്തരും ഓട്ടക്കളത്തിലാണ്. നമ്മുടെ ഓട്ടക്കളത്തിന് നമുക്കറിയാം, കൊരിന്തി ലേഖനം 1 കൊരിന്തി 9 അധ്യായത്തിൻ്റെ 24 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരാണ്, പക്ഷെ ഓടുന്നവനാണ് വിരുദ്ധ പ്രാപിക്കുന്നത്. അനേകർ ഓടുന്നുണ്ട്, പക്ഷെ ഏത് ഉദ്ദേശത്തോടെയാണ് ഓടുന്നത്? നാം ഉദ്ദേശ ശുദ്ധിയുള്ള വ്യക്തി, അല്ലെങ്കിൽ ഉദ്ദേശത്തോടെ ആ ദൈവഹിതത്തെ അറിഞ്ഞുകൊണ്ട് ദൈവം എന്താണ് ഏൽപ്പിച്ചിരിക്കുന്നത്, ഏൽപ്പിച്ച കാര്യം തീർക്കുവാൻ തക്കവണ്ണം ദൈവഹിതപ്രകാരം ഓടുന്ന വ്യക്തി വിരുദ്ധ പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയെ തീരും. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കുമെന്ന് പറയുവാൻ കാരണം, നമ്മുടെ ഈ ഓട്ടക്കളത്തിൽ പല ദോഷങ്ങൾ നമുക്കെതിരായി വരുന്ന തീയമ്പുകളുണ്ട്. ആ തീയമ്പുകളെ നാം തടുത്തു കളയുവാൻ, അല്ലെങ്കിൽ തീയമ്പുകളെ കെടുത്തി കളയുവാൻ തക്കവണ്ണമുള്ള ഉറച്ച വിശ്വാസമാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ വിശ്വാസം തളർന്നു പോകുന്ന വിശ്വാസമാകരുത്. കാരണം നമ്മുടെ പരിച ഒരു ബലമില്ലാത്ത പരിചയാണെങ്കിൽ, പിശാചിൻ്റെ തീയമ്പുകൾ 4 വശത്തുനിന്നും വരുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന നാം പിടിച്ചിരിക്കുന്ന വിശ്വാസം എന്ന പരിച, അതിനൊരു ബലമില്ല, ദുർബലമായ വിശ്വാസമെങ്കിൽ ആ തീയമ്പുകൾ നമ്മെ ഏൽക്കുവാൻ ഇടയെത്തീരും. നമ്മുടെ കുടുംബത്തെ ഏൽക്കുവാൻ, നമ്മുടെ ജീവിതത്തെ ഏൽക്കുവാൻ തക്കവണ്ണം ഇടയെത്തീരും. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം ഉറപ്പുള്ള വിശ്വാസത്തിലായിരിക്കുവാൻ തക്കവണ്ണം, നമ്മുടെ ജീവിതത്തിലെ വേവറിങ് ഫെയ്ത്തിലല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫ്ലെക്സിബിളായിട്ട് ഫെയ്ത്തിലല്ല, വിശ്വാസത്തിലല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ഉറപ്പുള്ളൊരു വിശ്വാസം, ഉറപ്പുള്ള പരിചയമായി നിൽക്കുവാൻ. അങ്ങനെയാണെങ്കിൽ ഉറപ്പുള്ള പരിചയമായി നിൽക്കുമ്പോൾ തീയമ്പുകൾ വരില്ല എന്നുള്ളതല്ല, തീയമ്പുകൾ തീർച്ചയായിട്ടും വരും. കാരണം എഫെസ്യ ലേഖനം 6 അധ്യായം വായിക്കുമ്പോൾ ആ തീയമ്പുകൾ, പിശാചിൻ്റെ തീയമ്പുകൾ ഉണ്ട്, എന്നാൽ ആ തീയമ്പുകളെ കെടുത്തിക്കളയുവാനുള്ള വിശ്വാസം എന്ന പരിചയ, വിശ്വാസത്തിൻ്റെ ഉറപ്പാണ് തീയമ്പുകളെ കെടുത്തിക്കളയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ വിശ്വാസം എത്രത്തോളമുണ്ട്? ജീവിതത്തിൻ്റെ പല പരിശോധനകളുടെ മധ്യത്തിൽ, അല്ലെങ്കിൽ പരീക്ഷകളുടെ മധ്യത്തിൽ, പല പ്രതികൂലത്തിൻ്റെ മധ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇളകിപ്പോകരുത്, ഉറച്ചു നിൽക്കുക. കാരണം നാം ഉറച്ചു നിന്നാൽ മാത്രമേ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയുകയുള്ളൂ. നമ്മുടെ വിശ്വാസത്തെ നാം ഉറച്ചു നിൽക്കണം. കാരണം ഈ ലോകം, നാം ആയിരിക്കുന്ന ഈ ലോകം പോലും അഗ്നിക്ക് ഇരയായി തീരും, ചാരമായി മാറും, ഭസ്മമായി തീരും, അഗ്നിക്ക് ഇരയായി തീരും. എന്നാൽ നമ്മെ പരിപാലിക്കുന്ന ദൈവം നമ്മോട് പറയുന്നൊരു കാര്യമുണ്ട്, നാം ഓരോരുത്തരും പൊന്ന് തീയിൽ കൂടി കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ വെള്ളി തീയിൽ കൂടി കടന്നു പോകുമ്പോൾ എത്ര ശുദ്ധമായി സ്ഫടികം പോലെ പുറത്തു വരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ അകത്തും പുറത്തും സ്ഫടികമായി കർത്താവിന് പ്രയോജനമുള്ളവരെ തീരുവാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഈ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കുമെന്ന് പറയാൻ കാരണം, ഒരു ദോഷം, ജീവിതത്തിൽ പല ദോഷങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, എന്നാൽ അതിലെല്ലാം ദൈവം പരിപാലിച്ചു. തിരിഞ്ഞു നോക്കുമ്പോൾ ഭീകരമായ അനേക അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുമുണ്ട്. എന്നാൽ ആ ഭയാനകമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോഴെല്ലാം എത്ര ശ്രേഷ്ഠമായി പരിപാലിച്ച ദൈവം ഒരു ശരണമായി, ദൈവം ഒരു കോട്ടയായി, ദൈവം എപ്പോഴും കൂടെയിരുന്ന അവസ്ഥകൾ എൻ്റെ ജീവിതത്തിൽ എപ്പോഴുമുണ്ട്. ഇവിടെ ഈ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അവൻ നിൻ്റെ പ്രാണനെ പരിപാലിക്കും. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ് നമ്മുടെ പ്രാണനെ. അവൻ ഇവിടെ പറയും, നിൻ്റെ പ്രാണനെ പരിപാലിക്കും. എൻ്റെ പ്രാണനെ പരിപാലിച്ചു. 3 പ്രാവശ്യം ക്യാൻസർ വന്നു, ഞാൻ മരിച്ചില്ല. പലവിധമായിട്ടുള്ള വിപത്തുകൾ എൻ്റെ ജീവിതത്തിൽ വന്നു. വെള്ളത്തിൽ ഒഴുകിപ്പോകുന്ന അവസ്ഥ, സമുദ്രത്തിൻ്റെ അകത്ത് മുങ്ങിപ്പോകുന്ന പല അവസ്ഥകൾ ജീവിതത്തിൽ വന്നു. എന്നാൽ അതിലെല്ലാം പ്രാണനെ പരിപാലിച്ച ദൈവം, എൻ്റെ പ്രാണനെ പരിപാലിച്ച ദൈവം, നാം ദൈവത്തിന് ബോധിച്ച വ്യക്തിയെങ്കിൽ, ദൈവഹിതപ്രകാരം നാം ജീവിക്കുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുന്നു, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. നമ്മുടെ ഓട്ടം തീരുന്നതുവരെയും ദൈവഹിതം ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കും. നമ്മുടെ പ്രാണനെ അവൻ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കുമെന്ന് സങ്കീർത്തനക്കാരൻ പറയാൻ, നിന്റെ ഗമനത്തെ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? സ്വന്തം ജീവിതത്തിൽ സ്വന്തം നടപ്പിനെ, സ്വന്തം ഗമനത്തെ, ആഗമനത്തെ ദൈവം
പരിപാലിച്ചു, ഇന്നുവരെയും പരിപാലിച്ചുവെങ്കിൽ ആ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അങ്ങനെയെങ്കിൽ നിന്റെ ഗമനത്തെയും എന്നെ പരിപാലിച്ച ദൈവം നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കുമെന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. അതിന് കാരണം എന്താണ്? തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവം അനേകർക്ക് നാം പകർന്നു കൊടുക്കുവാൻ എന്നൊക്കെ വേണം. നമ്മുടെ ജീവിതത്തിൽ അനുഭവം വരണമെങ്കിൽ നാം ദൈവത്തിന് ബോധിച്ച വ്യക്തിയായി ജീവിക്കണം. അതുപോലെ ദൈവഹിതം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന വ്യക്തിയെ ജീവിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവഹിതം എന്താണ്? ആ ദൈവഹിതം നാം അതുപോലെ ചെയ്യുവാൻ തക്കവണ്ണം, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം, ദൈവം പറയുന്ന കൽപ്പനകൾ അതുപോലെ നാം പ്രമാണിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും ആ ദൈവഹിതത്തെ നാം പൂർണ്ണതയോടെ അനുസരിക്കുവാൻ തക്കവണ്ണം. ഇവിടെ 1 രാജാക്കന്മാർ 15-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 5-ാം വാക്യത്തിൽ ഇവിടെ പറയുന്നു, ദാവീദ് ഇതിൻ്റെ 4 മുതലുള്ള വാക്യങ്ങളെ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. 4-ാം വാക്യത്തിൽ ഇവിടെ ഇരിക്കുന്നു, എങ്കിലും ദാവീദിൻ നിമിത്തം അവൻ്റെ ദൈവമായ യഹോവ അവൻ്റെ മകനെ അവൻ്റെ അനന്തരവനായി ഉയർത്തിയും യെരൂശലേമിനെ നിലനിർത്തിയും കൊണ്ട് അവന് യെരൂശലേമിൽ ഒരു ദീപം നൽകി. നോക്കൂ, ദാവീദിനെ ഓർത്തുകൊണ്ട് തലമുറയെ മാനിക്കുന്ന ദൈവം. എന്നാൽ ഞാനിത് പഠിച്ചു വന്നപ്പോൾ ഓരോ തലമുറയിലും ഒരു വ്യക്തി ദൈവത്തിന് വേണ്ടി നിന്നുവെങ്കിൽ ആ വ്യക്തി മുഖാന്തരം അതുപോലെ തന്നെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കുകയല്ല, ഓരോരുത്തർക്കും പ്രൂവ് ചെയ്യുവാനുണ്ട്, ദൈവം മുൻപാകെ വെളിപ്പെടുത്തുവാനുണ്ട് നാം ദൈവത്തിന് ബോധിച്ച വ്യക്തിയാണോ അല്ലയോ എന്ന്. ശമൂവേൽ ജീവിച്ചതുപോലെയല്ല ശമൂവേലിൻ്റെ മക്കൾ ജീവിച്ചത്. ശമൂവേലിനെ വിളിച്ചതുപോലെ ആ ഒരു വിളിയല്ല അവർക്ക് കൊടുത്തത്. കാരണം അതിൻ്റെ കാരണമുണ്ടായിരുന്നു. ദൈവത്തിന് ബോധിച്ച വ്യക്തിയായി ദൈവത്തിൻ്റെ ഹിതം ചെയ്യുവാൻ തക്കവണ്ണം, ദൈവത്തിൻ്റെ എല്ലാ ഹിതവും ചെയ്യുവാൻ തക്കവണ്ണം അവൻ്റെ തലമുറയിൽ ദൈവത്താൽ വിളിക്കപ്പെട്ടവനായിരുന്നു ശമൂവേൽ. അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ദൈവം നമ്മെ വിളിച്ചിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെയും അതുപോലെ ആ ഭക്തിയിൽ അവരോട് പറയുവാൻ നമുക്ക് ഉള്ള വാക്കുകൾ ഇതായിരിക്കണം. ദൈവഭക്തിയോടെ, വിശുദ്ധിയോടെ, വിശ്വസ്തയോടെ ദൈവം എന്തു പറയുന്നു അത് അനുസരിച്ച് നാം ജീവിക്കുന്നുവെങ്കിൽ ദൈവത്തിന് പ്രസാദമുള്ളവരെ നാം ജീവിക്കാൻ ഇടയെത്തിരും. ഇതിന് 5-ൽ പറയുന്നു, ദാവീദ് യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. ഹിത്തിനായ ആ ഒരു ഭാഗം യഹോവയ്ക്ക് പ്രസാദമായതുള്ളത് ചെയ്തു. ഹിത്തിനായ ഊരിയാവിൻ്റെ കാര്യത്തിൽ മാത്രമല്ലാതെ അവൻ തന്നോട് കൽപ്പിച്ചതിൽ ഒന്നും തൻ്റെ ആയുഷ്കാലത്തൊക്കെയും വിട്ടുമാറിയിട്ടില്ല. നമുക്കറിയാം, ഒരു തെറ്റ് അവൻ്റെ ജീവിതത്തിൽ വന്നു. എന്നാൽ അതിനുശേഷം അവൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു, ദാവീദ് യഹോവയ്ക്ക് പ്രസാദം ആയുള്ളത് ചെയ്തു. അവൻ്റെ ആയുഷ്കാലമൊക്കെയും തന്നോട് കൽപ്പിച്ചത് ഒന്നും തന്നെ ആയുഷ്കാലത്ത് ഒരിക്കലും വിട്ടുമാറിയിട്ടില്ല. അവൻ്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇതൊരു സാക്ഷ്യമായിരിക്കണം. ദൈവം നമ്മോട് പറഞ്ഞതെല്ലാം ദൈവത്തിന് നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുവാൻ, യഹോവയ്ക്ക് പ്രസാദമായി ഉള്ളത് എല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയാണോ ഞാനെന്ന്, അല്ലെങ്കിൽ യേശു പറയുന്നത് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുന്നത്, എന്നോട് പറയുന്നത് ഞാൻ ചെയ്യുന്നുണ്ടോ? യഹോവയ്ക്ക് പ്രസാദകരമായിട്ടുള്ളൊരു ജീവിതമാണ് എൻ്റെ ജീവിതം, മറ്റൊരു വ്യക്തിയെ അല്ല. പക്ഷേ എൻ്റെ ജീവിതം എങ്ങനെയാണ്? യഹോവയ്ക്ക് പ്രസാദകരമായിട്ടുള്ളതാണോ? അതുമാത്രമല്ല, എന്നോട് കൽപ്പിച്ചതിൽ ഒന്നും എല്ലാം തന്നെ ഞാൻ അനുസരിക്കുന്ന, അല്ലെങ്കിൽ എന്നോട് പറയുന്ന ഒരു കാര്യം വിട്ടുമാറാതെ എന്ത് വില കൊടുത്തും അത് അനുസരിക്കുന്ന ഒരു വ്യക്തിയാണോ എന്ന് നമ്മെ തന്നെ നമുക്ക് പരിശോധിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നുവെങ്കിൽ, നാം നമ്മെ തന്നെ പരിശോധിക്കുന്നുവെങ്കിൽ ദൈവത്തിന് നമ്മെ വളരെയധികം ഉപയോഗിക്കുവാൻ തക്കവണ്ണം ഇടയെത്തീരും. കാരണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കണം ദൈവത്തിന് പ്രസാദമുള്ളവരായി, ദൈവഹിതം അന്വേഷിക്കുന്നവരായി, ദൈവ ഇഷ്ടം അന്വേഷിക്കുന്നവരായി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ പറയുന്നത് പോലെ അതുപോലെ അനുസരിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നാം ഇവിടെ അപ്പോസ്തല പ്രവൃത്തികളിലാണെങ്കിലും കാണുമ്പോൾ നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളുടെ ഭാഗങ്ങളെല്ലാം എടുത്ത് വായിക്കുമ്പോൾ അവിടെയെല്ലാം കാണുവാൻ സാധിക്കുന്നു വളരെയധികം ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കുന്ന അനേക ജനങ്ങളുണ്ട്. ഇതിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്ക് തന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തുകൊണ്ട് സാക്ഷി നിന്നു. വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ
നമുക്കും അവർക്കും തമ്മിൽ ഒരു വ്യത്യാസവും വെച്ചിട്ടില്ല. അന്യജാതിക്കാരെ കുറിച്ച് നമുക്ക് പറയുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. ഇതിൻ്റെ ആരംഭ ഭാഗത്തെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം. നോക്കൂ, നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം. നമ്മുടെ ഹൃദയം എങ്ങനെയാണ്? ദൈവം എപ്പോഴും നോക്കുന്നത് നമ്മുടെ ഹൃദയത്തെയാണല്ലോ. ദാവീദിനെ കുറിച്ച് പറയുമ്പോൾ ദാവീദ് ദൈവത്തിൻ്റെ ഹി വാസ് ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട്, ദൈവത്തിൻ്റെ അതേ ഹൃദയമുള്ളവനായി, അല്ലെങ്കിൽ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്ക് തന്നതുപോലെ ആ അന്യജാതിക്കാരായിരിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കുവാൻ ഇടയെത്തുന്നു. നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ, നാം ദൈവത്തിൻ്റെ ഹിതം ചെയ്യുന്നുവെങ്കിൽ, ദൈവം എപ്പോഴും നമ്മെ നോക്കും. നാം ശുദ്ധിയുള്ളവരാണോ? ദൈവത്തിന് എന്തൊക്കെയോ നമ്മിൽ നിറയ്ക്കുവാനുണ്ട്, നമ്മിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ദൈവത്തിന് ചെയ്യുവാനുണ്ട്. എന്നാൽ ദൈവം നമ്മെ നിറയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവം നമ്മിലൂടെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ ആ കാര്യത്തിന് വേണ്ടിയുള്ള ഒരു ഒരുക്കം നമ്മുടെ ജീവിതത്തിലുണ്ടോ? നാം അങ്ങനെ ഒരുക്കമുള്ളവരാണെങ്കിൽ ദൈവത്തിന് നമ്മെ നിറയ്ക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ദൈവം എപ്പോഴും ഉപയോഗിക്കുന്ന പാത്രം എന്ന് പറയുന്നത് തകർക്കപ്പെട്ട ഒരു പാത്രം. നാം ദൈവത്തിന് വേണ്ടി തകർക്കപ്പെടുന്നുവെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്ന നമ്മുടെ ആ സ്വയത്തെ നാം തകർത്ത് കളയുന്നുവെങ്കിൽ, നാം അതിനെ ഇല്ലായ്മ ചെയ്യുന്നുവെങ്കിൽ, പലപ്പോഴും നമുക്ക് മറ്റൊരു വ്യക്തിയുടെ വേദന മനസ്സിലാക്കുവാൻ സാധിക്കാത്തത് നമ്മുടെ സ്വയം നിൽക്കുന്നത് കൊണ്ടാണ്. മറ്റൊരു വ്യക്തി അതുപോലെ നമുക്ക് സ്വീകരിക്കുവാൻ കഴിയാത്തത് നമ്മുടെ സ്വയം നിൽക്കുന്നത് കൊണ്ടാണ്. എന്നാൽ നമ്മുടെ സ്വയത്തെ തകർക്കുന്നുവെങ്കിൽ, ദാവീദിൻ്റെ ജീവിതത്തിൽ താൻ ചെയ്ത തൻ്റെ സ്വയം കൊണ്ട് താൻ ഊരിയാവിനെ കൊല്ലുവാനിടെ, ഊരിയാവിൻ്റെ ഭാര്യയെ സ്വന്തമാക്കുവാൻ തൻ്റെ സ്വയം കൊണ്ട്, തീരുമാനത്താൽ, എന്നാൽ സ്വയം തകർന്നപ്പോൾ അവൻ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുവാൻ തുടങ്ങി. നമ്മുടെ ജീവിതത്തിൽ സ്വയമായത് എന്താണ് നാം ചെയ്യുന്നത്, അതിനെ തകർക്കണം. ആ തകർച്ച വരുവാൻ തക്ക ദൈവസന്നിധി, ദൈവം പറയുന്നു നാം അനുസരിക്കുന്നുവെങ്കിൽ നമ്മുടെ അകത്തുള്ള സ്വയം തകരപ്പെടുവാൻ ഇടയെത്തീരും. മോശയുടെ ജീവിതത്തിലും ആ സ്വയം തകരപ്പെട്ടപ്പോഴാണ് ദൈവത്തിന് അവനെ ഉപയോഗിക്കുവാൻ തക്കവണ്ണം പ്രയോജനമുള്ള പാത്രമായ ലക്ഷത്തെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ഇടയെത്തീർന്നത്. ഒരുപക്ഷെ നാം ദൈവത്തിന് നാം ഇവിടെ എബ്രായർ ലേഖനം 11 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അനേക വിശ്വാസ വീരന്മാരെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ വലിയൊരു പട്ടിക തന്നെയുണ്ട്. എങ്ങനെയാണ് ഇവരെല്ലാം വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ വന്നത്? വളരെ ഈസി ആയുള്ള ഒരു ലൈഫല്ലായിരുന്നു. കഷ്ടതയുടെ തീച്ചുളകൾ, വെറുപ്പുകൾ, അപമാനങ്ങൾ, അല്ലെങ്കിൽ നിന്ദകൾ, പ്രയാസങ്ങൾ, കണ്ണുനീരുകൾ, വേദനകൾ, ദുഃഖങ്ങൾ, കഠിനമായ ശോധനകൾ, കൂരിരുട്ടിൻ്റെ താഴ്വരകൾ, മരണകരമായ പല സന്ദർഭങ്ങൾ, അതെല്ലാം അതിജീവിച്ചത് ഉറപ്പോടെ, ധൈര്യത്തോടെ, ക്രിസ്തുവിലുള്ള പ്രത്യാശ വിട്ടുകളയാതെ ഉറപ്പോടെ നിന്നതുകൊണ്ട് അവരെല്ലാം വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ വരുവാൻ തക്കവണ്ണം ഇടയെത്തീർന്നു. ദൈവം ഈ തലമുറയിൽ നമ്മെ ഉറ്റുനോക്കുമ്പോൾ നമ്മുടെ വിശ്വാസം കുറഞ്ഞു പോകരുത്. വിശ്വാസത്തിൽ ഉറച്ചവരായി, ധൈര്യമുള്ളവരായി, വിശ്വാസത്തിൻ്റെ നായകനും ഉറപ്പുവരുത്തുന്നവനുമായ ക്രിസ്തുയേശുവിനെ നോക്കിക്കൊണ്ട് നാം അവനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് മുന്നേറുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മുടെ വിശ്വാസം അടിയുറച്ചതായിരിക്കട്ടെ. ഈ അന്ത്യകാലത്ത് വിശ്വാസം ഇല്ലാതെ പോകുന്ന അവസ്ഥയിൽ നാം വിശ്വാസത്തിൽ ഉറച്ചിരിക്കുന്നുവെങ്കിൽ, നാം ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുവെങ്കിൽ, കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിൽ, പേമാരിയുടെ മധ്യത്തിൽ നാം ഉറപ്പോടെ, ധൈര്യത്തോടെ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ, നമ്മുടെ കാൽ നാം ചവിട്ടിയിരിക്കുന്നത് നാം ഉറപ്പുള്ള പാറയിലാണ്, ക്രിസ്തു എന്ന പാറയിലാണ്. അതുപോലെ ക്രിസ്തു എന്നുള്ളത് നമുക്കുള്ള വിശുദ്ധമായൊരു മാർഗമാണ്. ആ വിശുദ്ധ മാർഗത്തിലാണ് നാം നടക്കുന്നത്. അങ്ങനെ വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുത്ത്, വിശ്വസ്തതയ്ക്ക് പ്രാധാന്യം കൊടുത്ത്, ദൈവഭക്തിക്ക് പ്രാധാന്യം കൊടുത്ത്, നേരായ വഴി നാം തിരിഞ്ഞറിഞ്ഞുകൊണ്ട് നാം അതിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്നുവെങ്കിൽ ദൈവത്തിന് ഈ തലമുറയിൽ നമ്മിലൂടെ അനേക കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. ഓരോ തലമുറയിലും ദൈവം ഓരോരുത്തരെ എഴുന്നേൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം അനേകരെ എഴുന്നേൽപ്പിക്കുവാൻ പക്ഷേ എല്ലാവരും അതേ അവസ്ഥയിൽ വരാത്തതുകൊണ്ട് ദൈവത്തിന് എഴുന്നേൽപ്പിക്കുവാൻ സാധിക്കുന്നില്ല. നാം ദൈവം പറയുന്നത് പോലെ അനുസരിക്കുന്നുവെങ്കിൽ ദൈവത്തിന് ഈ തലമുറയിൽ നമ്മെ ഉപയോഗിക്കുവാൻ താല്പര്യമുണ്ട്. ദൈവത്തിന് നമ്മെ ശക്തിയോടെ കരത്തിലെടുക്കുവാൻ ഉപയോഗിക്കുവാൻ ആഗ്രഹമുണ്ട്. നമ്മുടെ മുട്ടുകളെ മടക്കി നാം ദൈവസന്നിധിയിൽ റബനഹത്തനാരക നമുക്ക് ദൈവത്തോട് ചോദിക്കുവാനുള്ള കാര്യമുണ്ട്. കർത്താവേ, ഈ തലമുറയിൽ ഞാൻ ജീവിച്ചിരിക്കുന്ന ഈ സമയത്ത് നിനക്ക് എന്താണ് എന്നെക്കുറിച്ച് ആഗ്രഹം? നിൻ്റെ ഇഷ്ടം എന്താണ് എൻ്റെ ജീവിതത്തിൽ? ആ ഇഷ്ടം ചെയ്യുവാൻ തക്കോണം ഞാൻ എന്നെ ഏൽപ്പിച്ചു തരുന്നുവെന്ന് എത്ര പേർ തങ്ങളുടെ ജീവിതങ്ങളെ ഏൽപ്പിക്കും? റബ സത്തുറാനകരകതകല ഇതുവരെയും ലോകം കാണാത്ത ഒരു അത്യന്തപരമായ ദൈവ സാന്നിധ്യത്തിൽ റബനഹത്തന ദൈവശക്തിയിൽ നിറഞ്ഞുകൊണ്ട് ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു പാത്രമായി, ദൈവത്തിൻ്റെ കരത്തിലിണങ്ങിയ പാത്രമായി, ദൈവകരത്തിൻ്റെ അകത്തിരിക്കുന്ന പാത്രമായി, ദൈവത്തിന് പ്രസാദമുള്ള പാത്രമായി, ദൈവം ഉറ്റുനോക്കുന്നൊരു പാത്രമായി, ദൈവം ജാഗ്രതയോടെ റിബസത്തുര ദൈവം വളരെ ആഗ്രഹത്തോടെ ഉറ്റുനോക്കുന്ന ദൈവത്തിനൊരു മാനപാത്രമായി ജീവിക്കുവാൻ നമ്മിൽ എത്ര പേർ നമ്മെ തന്നെ സമർപ്പിക്കും? റിബസത്തുറാനകരകതകല നമുക്ക് ബോധിച്ചതുപോലെ പലപ്പോഴും നാം നമ്മുടെ ഹിതം തിരയുന്നവരാണ്. എന്നാൽ
നമ്മുടെ ഹിതമല്ല, നമ്മുടെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഹിതം. ദൈവത്തിന് ബോധിച്ചതുപോലെ ദൈവത്തിൻ്റെ ഹിതം ചെയ്യുവാൻ തക്കവണ്ണം, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ഓ റിബ സത്തുറാനക രഗതകല. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ കാലയളവിൽ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ കൊച്ചായുഷ്കാലം ദൈവം നമ്മെ വെച്ചിരിക്കുന്ന സ്ഥാനങ്ങളിൽ, നമ്മെ അയക്കുവാൻ പോകുന്ന സ്ഥാനങ്ങളിൽ, നമ്മെ ഇനിയും ദൈവം കൊണ്ടുപോകുവാനുള്ള പല സ്ഥാനങ്ങളും ഉണ്ടാകും. അതിനായി ദൈവം നമ്മെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. അരബനം ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന വിളി സ്ഥിരപ്പെടുവാൻ, ദൈവിക ഉദ്ദേശം നമ്മിൽ സ്ഥിരപ്പെടുവാൻ തക്കവണ്ണം, അവൻ കൽപ്പിക്കുന്നതൊക്കെയും അനുസരിക്കുവാൻ തക്കവണ്ണം, അവൻ പറയുന്നതെല്ലാം പ്രമാണിക്കുവാൻ തക്കവണ്ണം, അതിന് ദൈവത്തിന് ബോധിച്ച വ്യക്തിത്വങ്ങളായി തീരുവാൻ തക്കവണ്ണം എത്ര പേർ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കും. റിസീവ് ഇൻ ജീസസ് നെയിം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മെ ഉറ്റുനോക്കുമ്പോൾ ദൈവം ഹല്ലേലൂയ അരബന ഹത്തനാരക ദൈവം ആ കുശവൻ്റെ കയ്യിൽ ഇണങ്ങിയ പാത്രമായി, കുശവന് പ്രയോജനമുള്ള പാത്രമായി നമ്മെ തന്നെ എത്ര പേർ സമർപ്പിക്കും. നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. രബ സത്തുറാനക രഗതകല ജനബല രഗതകല അരബന രഗതകല സത്തുറാനക രഗതകല അരബന രഗതകല പവിത്ര പവിത്ര परमेश्वर यीशु मसीह जी अरबन जन रक्तना रगदगला जनबन रगदगला परमेश्वर के पवित्र हाथों में हमारे जिंदगियों को समर्पण करते परमेश्वर रिबा सतुराने का रगदगला जनबन रगदगला प्रभु जी आपके परमेश्वर इच्छा के लिए परमेश्वर रबा सतुराने का आपके मर्जी के लिए हमारे जिंदगियों को समर्पण करते परमेश्वर. ये दुनिया में हम जीने के समय परमेश्वर की इच्छा पूरा करने के लिए आपके परमेश्वर इच्छा के अनुसार जिंदगी को बिताने के लिए हम हर एक जीवन को परमेश्वर आशीषित करने के लिए प्रार्थना करते परमेश्वर. रिसीव इन जीसस नेम रबा सतुराने का रगदगला हम कम होते जाए परमेश्वर यीशु मसीह हमसे हमें बढ़ते जाने के लिए परमेश्वर की इच्छा हमारे जिंदगियों में पूरा करने के लिए प्रार्थना है प्रभु जी. परमेश्वर हालेलुया आपके भक्त लोगों के लिए धन्यवाद देते परमेश्वर. हमें परमेश्वर के दासी लोगों के लिए प्रार्थना करते, बच्चे लोगों के लिए प्रार्थना करते परमेश्वर. आपके आगमन के लिए हम सब लोग तैयार हो जाए प्रभु जी. ये पीढ़ी में परमेश्वर के लिए उपयोगित पात्र बनने के लिए हम हर एक को समर्पण करके प्रार्थना हमारे उद्धार करते यीशु मसीह के पवित्र मीठे नाम से आमीन आमीन.